എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നലെ നമ്മൾ ബ്രേക്ക് ആയിരുന്നു. ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തില്ല. മിനിഞ്ഞാന്നായിരുന്നു നമ്മൾ ഒരു സംഭവം തന്നിട്ട് പോയത്. അപ്പൊ ഇന്നലെയും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇന്നലെ ക്ലാസ് എടുക്കാതിരുന്നത്. അതിന്റെ അമേസിങ് റിസൾട്ടുകൾ പല ഭാഗത്തു നിന്ന് വന്നു. സന്തോഷം. ചിലവർക്ക് ഇന്നിവിടെ ലൈവായിട്ട് പറയാനുണ്ടാവും. അതും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളിതിങ്ങനെ ഒരു സംഭവം ആദ്യം ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ നിങ്ങളോട് അങ്ങനെ പൊതുവെ പറയാറുണ്ടോ എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പോ സെൽഫായിട്ടതൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്നിട്ട് അതെനിക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഏത് കാര്യം ആൾക്കാരോട് പറയാറുള്ളൂ. പൊതുവെ ഇപ്പോ മെഡിറ്റേഷൻ ആയിക്കഴിഞ്ഞാലോ, ഈ പറയുന്ന കാര്യമായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എഴുതുന്ന കാര്യമായി കഴിഞ്ഞാലോ, അഫർമേഷൻ ആയിക്കഴിഞ്ഞാലോ, എല്ലാം ഞാൻ എന്നിൽ ആദ്യം പരീക്ഷിക്കും. ചില സമയത്ത് പരീക്ഷിച്ചപ്പോഴാണ് ഇന്നിപ്പോ ശബ്ദത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അത് വേറൊരു പരീക്ഷ നടത്തിയതാണ്. അങ്ങനെ പരീക്ഷ നടത്തുമ്പോൾ ഇതുപോലെ ചില സംഭവങ്ങളും, ആ പരീക്ഷ നാളെ മറ്റൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനൊരു പരീക്ഷ നടത്തിയിരുന്നു. അപ്പൊ അതിനാണ് ഈ സാധനം പെട്ടത്. അപ്പൊ ഇന്ന് ശരിക്കും നല്ല എന്താ പറയാ, ഇന്നിപ്പോ ഓഫീസൊന്നും പോയില്ല. രാവിലെ കിടത്താണ് ഇപ്പോഴും എഴുന്നേറ്റ്. റെസ്റ്റ് എടുത്തോന്നല്ല, കിടക്കല്ല. ആ സമയത്ത് ആ പുസ്തകം അവിടെ ഞാൻ ബെഡിൽ വെച്ച പുസ്തകം എടുത്തോണ്ടാ ആ പുസ്തകം എടുത്തത്. അപ്പൊ ആ സമയം കൊണ്ട് ഒരു സംഭവം വായിച്ചു തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കിടന്നത്. പറഞ്ഞത് ഇങ്ങനെ പരീക്ഷിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരിക. പക്ഷെ മിനിയാത്ത ടെക്നിക്ക് ഞാൻ മുമ്പേ ഇടക്ക് പരീക്ഷിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. പക്ഷെ മിനിയാന്ന് നിങ്ങളെ കൂടെ ഇരുന്ന് ഞാൻ പരീക്ഷിച്ചപ്പോ പിറ്റേ ദിവസം രാവിലെ എന്താ പറയാ, ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞങ്ങളെ സംബന്ധിച്ച്, ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ചെക്കുകൾ കിട്ടുക എന്നുള്ളതാണ്. ചെക്കുകൾ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പോകും. ചെക്കുകൾ കിട്ടാനാണ് ഞങ്ങൾക്ക് പൊതുവെ പടിയുള്ളൂ. പ്രത്യേകിച്ച് യുഎയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ഒക്കെ ക്രെഡിറ്റ് ആകുമ്പോഴേ ഇത് പേയ്മെന്റ് കിട്ടാനാണ് പൊതുവെ. എനിക്ക് മിനിയാന്ന് രാത്രി ഇത് ചെയ്തിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്ത സമയമായിരുന്നു. ചെക്ക് മേടിക്കാൻ പോകേണ്ട തിരക്കായിരുന്നു. അങ്ങനെ ഒരു 6-7 ചെക്കുകൾ പടപടാന്നും പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന ചെക്കുകളായിരുന്നു. ഉപ്പ് കിട്ടും, നാളെ നോക്കാം, മറ്റൊന്ന് വിട്ടാൽ സാർ പിന്നെ വിളിക്കൂ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇത് രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും വാട്സപ്പില് ചെക്കിന്റെ കോപ്പിയാണ്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നെ ഞാൻ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ, ഞാനിപ്പോ ക്ലാസ്സിൽ നിന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ ഒന്നും ഇറക്കിയില്ലെന്നേ ഉള്ളൂ. ഞാൻ തന്നെ ഒരു 6-7 മാസമായിട്ട് സ്ട്രക്കായി നിൽക്കുന്നതൊക്കെ എനിക്ക് ഒരു ദിവസം കൊണ്ട് വന്നു. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. ഏതായാലും സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഏതൊന്നതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഏതെങ്കിലും എന്തോ ഒരു സത്യം ഉണ്ടാവുമല്ലോ. നമുക്കും അറിയാൻ പറ്റുന്നതിനപ്പുറത്തും പല സത്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഒന്നുമില്ല, നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുത്താൽ, നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്തെടുത്താൽ അവിടെ എല്ലാം സംഭവിക്കും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതിനെ നമ്മൾ മനസ്സെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ എന്താ പറയാ, നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം. അതിനപ്പുറത്ത് നമ്മൾ ദൈവീകത എന്ന ഒറ്റ വാക്കിൽ നമ്മളതിനെ നിർത്താനും നമുക്ക് പറ്റും. അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് ദൈവം എന്ന സങ്കല്പം. മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്നുള്ളത് മാത്രമേ പറയാൻ. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങളോട് എല്ലാവരും പറയണു, there is something beyond us. നമ്മൾക്കപ്പുറത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന എന്തോ ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മാത്രമേ നമുക്ക് നൽകൂ എന്ന് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് മറക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്, അതിന് തത്തുല്യമായ പ്രതിഫലം അവിടെ നിന്ന് നൽകുക തന്നെ ചെയ്യും. അത് ഏത് പേരിട്ട് വിളിച്ചാലും ദാറ്റ്സ് എവരിതിങ് സെയിം. പത്രമാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. വേറെ സന്തോഷം. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായി ധനം എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുവരുന്നു. അപ്പോ ധനം വളരെ അത്യാവശ്യമാണ് നമ്മൾ. പക്ഷേ നല്ലൊരു ആരോഗ്യാവസ്ഥയും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലൊരു ആരോഗ്യാവസ്ഥയും നല്ലൊരു മാനസിക ശാരീരിക ആരോഗ്യമില്ലെങ്കിൽ ഈ ധനം കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ലെന്ന് ആരും മറക്കരുത്. പലപ്പോഴും അത് മറന്നു പോകുന്നു. അപ്പൊ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ഇനി നമ്മൾ ഓരോ ആഴ്ചയും ഓരോ ദിവസവും ഇങ്ങനെ ഇപ്പൊ ഇന്ന് അതുകൊണ്ട് തന്നെ
നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ആൾക്കാർ ആകെ ഫോക്കസ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിലാണ്, മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. എത്രയോ റിപ്പീറ്റഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ മാത്രം പിടിച്ച് നിൽക്കരുത്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായാൽ മാത്രമേ ഫുൾഫിൽ ആവുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ എണ്ണം നോക്കൂ. ഇന്ന് ശനിയാഴ്ചയാണ്. ആൾക്കാരുടെ എണ്ണം മിനിയാന്ന് ടെക്നിക്ക് പറഞ്ഞപ്പോൾ 358 ആൾക്കാര് ടെക്നിക്ക് പഠിക്കാനായിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാളും ഒരു കിടലൻ ടെക്നിക്കാണ്, പക്ഷെ ഉപയോഗിച്ച വാക്ക് മറ്റൊന്നായതുകൊണ്ട് 125 ആൾക്കാരേ ഉള്ളൂ. മാറേണ്ടത് മനുഷ്യന്റെ ചിന്തകൾ തന്നെയാണ്. അതിന് നിരന്തരമായ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. നമ്മൾ മാറിയാൽ മാത്രമേ നമ്മളിലെ മാറ്റവും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാറാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദയവ് ചെയ്ത് പണത്തിന്റെ പുറകെ മാത്രം പോകരുത്, പണം കടം മേടിക്കാൻ മാത്രം പോകരുത്, അല്ലെങ്കിൽ കടം തിരിച്ചു കൊടുക്കാൻ്റെ മാത്രം ബന്ധപ്പാടല്ല, മേടിക്കാതെ തിരിച്ചു കൊടുക്കേണ്ട വരില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യമില്ലെങ്കിൽ, മറ്റു ബന്ധങ്ങളില്ലെങ്കിൽ, വിനോദമില്ലെങ്കിൽ, ആത്മീയതയില്ലെങ്കിൽ ഇതൊന്നും ധനവും സാധ്യമാവില്ല എന്നറിയണം. ബന്ധങ്ങളില്ലാത്തവന് ധനമുണ്ടാവില്ല, ആരോഗ്യമില്ലാത്തവന് ധനമുണ്ടാവില്ല, ആത്മീയമായി അറിയാത്തവന് ധനമുണ്ടാവില്ല. ജീവിതത്തിൽ അതുപോലെ തന്നെ നമുക്ക് വിനോദം അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ ധനമുണ്ടാവില്ലെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്. ഇനിയിപ്പോ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും നിങ്ങളോട് എല്ലാവരോടും പറയാണ്, ബാലൻസ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. ദയവ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാണ്. നോട്ട് ഓൺലി വൺ തിങ്, എല്ലാം വേണം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, എന്ത് ചെയ്യുമ്പോഴും യുക്തിപരമായിരിക്കണം. ഈ ടെക്നിക്ക് ഞാനിവിടെ പഠിപ്പിച്ചു തരുന്ന ടെക്നിക്കിനും ഒരു യുക്തി ഉണ്ടാവും എന്നറിയുക. ആ യുക്തി പഠിക്കുക, എന്നിട്ട് അതിലൂടെ ചെയ്യുക. അന്ധമായിട്ടോ അന്ധവിശ്വാസപരമായിട്ട് ചെയ്യരുത്. ഞാൻ മിനിയാന്ന് പഠിപ്പിച്ച കാര്യത്തിൽ യുക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സയൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് തേർഡ് ഐ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ആത്മാവിനെ പറ്റി ഏകദേശം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ലെവലിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷനാണ് മാറുക. ഈ വൈബ്രേഷൻ മാറുമ്പോൾ നമ്മളിലേക്ക് അത് എത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്നതാണ് അതിന്റെ സയൻസ്. അത് മനസ്സിലാക്കാതെ മറ്റെന്തെങ്കിലും ശത്രുസംഹാര പൂജ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അവന്റെ കാലിടിച്ച് അല്ലെ അവന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇതല്ല ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഓരോ പ്രാർത്ഥനയും തന്ത്രവിധികളും ഒക്കെ അറിയണം. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ. അതെല്ലാം ക്ഷേത്ര ആരാധനയും ഒക്കെ കൃത്യമായ സയന്റിഫിക്കൽ ആയിട്ടുള്ള കണക്കാണ് ഇതിനകത്ത്. അതിനെല്ലാം കണക്കുണ്ട്, ഊർജ വ്യതിയാനമുണ്ട്, ഊർജ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ്. ഈവൻ ഞാനൊരു കോൺട്രവേഴ്സി ഒരാളിനോട് ചോദിച്ചു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 2 3 4 അല്ലെങ്കിൽ 1 2 3 ശതകോടി അർച്ചന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല അത്. അപ്പൊ ശതകോടി അർച്ചന ഒരാൾക്ക് ചെയ്യണമെങ്കിൽ എത്ര വർഷം വേണം, ശതകോടി ഉരുവിട്ട് വേണമെങ്കിൽ എത്ര വർഷം വേണം എന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് 1 2 3 4 5 6 നമ്മള് ഒരു കോടിയെ നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ എത്ര സെക്കൻഡ്, ഒരു അക്ഷരം നമ്മൾ 1 2 3 4 അല്ലെങ്കിൽ 1 2 3 നമ്മൾ പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു സെക്കൻഡ് സമയം വെച്ച് കണക്കൂട്ടാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 2 എണ്ണം പറയാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശതകോടി അർച്ചന ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾ എത്ര കാലം എടുക്കും? അയാൾ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ശുദ്ധ മണ്ടത്തരാണെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ശതകോടി അർച്ചന എന്ന് പറഞ്ഞ ശതം ഒരാൾ അവിടെ ഇരുന്നിട്ട് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. 100 പേര് കൂടിയിട്ട് കാര്യം പറഞ്ഞാലും ശതകോടി ആവാൻ എളുപ്പമല്ലേ. പക്ഷെ ഇതിനെ മനസ്സിലാക്കാതെ മറ്റു രൂപത്തിൽ എടുക്കുന്നതാണ് വിഷയം. അത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ശതകോടി അർച്ചന എന്ന് പറയുന്നതിന്റെ അതൊരു നാമമാണ്. അത് ശതകോടിക്ക് പകരമായ വാക്കുകൾ ഒരുപാട് നമ്മുടെ ഭാഷയിലുണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തിലുണ്ട്. ആ വാക്ക് എനിക്കത് തന്ത്രപരമായിട്ട് കാര്യമൊന്നും എനിക്കറിയില്ല, എന്നാലും പറയാണ്, ശതകോടി എന്ന് പറയുന്ന ഒരേ സാധനം ശതപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് പല മെത്തേഡുകൾ ഉണ്ട് എന്ന് തന്നെ. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളൊന്നും കൊണ്ടുപോയി ആരും വെക്കരുത് എന്ന് മാത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത് പറഞ്ഞപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഈ പുസ്തകത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മൾ മെഡിറ്റേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രാണായാമം മറ്റൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം. അത്യാവശ്യം എന്ന് വെച്ചാൽ കേട്ടറിവ്, നമ്മളിപ്പോൾ അനുഭവിച്ച അറിവുകളാണ്. പക്ഷെ ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ചിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ നോക്കോളൂ, കിട്ടും, വായിക്കണം. ഇത്
നമ്മുടെ ചക്രാസും അതുപോലെ തന്നെ ശ്വസനവും പ്രാണായാമവും തമ്മിലുള്ള പുസ്തകമാണ്. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ശ്വാസഗതിയിലൂടെ എന്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിൻ്റെ, അത് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ എങ്ങനെയാണ് ശ്വാസത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇത്രയും ഈ ഹിമാലയത്തിന്റെ ഇത്രയും മൈനസിലൊക്കെ നിൽക്കുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള പഠനമാണ്. അതിനെപ്പറ്റി വായിച്ചു. അപ്പൊ എനിക്ക് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ടൊരു ഹാപ്പി ന്യൂസും കൂടെ പറയാണ്ട്, നമുക്ക് എല്ലാവർക്കും 26-ാം തീയതി വരുന്നൊരു വളരെ വളരെ നല്ലൊരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ. വളരെ വണ്ടർഫുൾ ആയ ഒരു ദിവസം ഉണ്ടല്ലോ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഈ ജനുവരി 26-ാം തീയതി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമുണ്ട്. പ്രത്യേകിച്ച് യെസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും മഹാശിവരാത്രി അല്ലെ. ശിവരാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മെഡിറ്റേഷനും മറ്റെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ശിവരാത്രിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നിങ്ങൾ സാധാരണ കേട്ട കഥകളല്ല യഥാർത്ഥ ശിവരാത്രിയുടെ കഥകൾ എന്ന് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. കുറെ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും മറ്റൊരു രൂപത്തിലാണ്. മെഡിറ്റേഷനിൽ ഏറ്റവും പവർഫുൾ ആയ ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, കാരണം നിരാകാര എന്താ പറയാ, നമ്മുടെ മഹാദേവന്റെ അല്ലെങ്കിൽ മഹാദേവനെയാണ് മെഡിറ്റേഷനിൽ ഏറ്റവും ഗുരുവായിട്ട് സദാശിവം എന്ന് പറയുന്നത് അല്ലെ. എല്ലാത്തിൻ്റെയും സ്വസ്ഥമായ അവസ്ഥ ശിവമാണ് മെഡിറ്റേഷന്റെ ഗുരു എന്ന് പറയുന്നത്. മെഡിറ്റേഷന്റെ ഏറ്റവും പരമപ്രധാനമായ ദിവസമാണ് ശിവരാത്രി. അതുപോലെ തന്നെ പ്രപഞ്ച ഊർജ തലവുമായി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത ദിവസമാണ്. അങ്ങനെയാണല്ലോ ശിവരാത്രി ദിവസം പ്ലാൻ ചെയ്ത്. വെറുതെ കലണ്ടറിലെ ദിവസം നോക്കിയിട്ട് ശിവരാത്രി തീരുമാനിക്കുന്നൊന്നുമല്ല. കൃത്യമായ പ്രപഞ്ച നിയമമുണ്ട്. ചന്ദ്രന്റെ ബലം എങ്ങനെയാണ്, കുറെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ദിവസമുണ്ട്. അപ്പൊ അന്ന് എങ്ങനെയായാലും ആ ദിവസം നന്നായിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദിവസങ്ങളിൽ അതിനെപ്പറ്റി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് അന്നത്തെ ദിവസം മെഡിറ്റേഷന്റെ മറ്റൊരു രൂപത്തിൽ, ഇപ്പൊ അപ്പോഴേക്കും ചക്ര മെഡിറ്റേഷൻ കഴിയും, പക്ഷെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് അന്നൊരു നല്ലൊരു ഹൈ എൻഡ് മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് ആഗ്രഹമാണ്. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ബുക്കിന്റെ പേര് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ബുക്ക് കിട്ടുമോ, എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴോ വാങ്ങിച്ചു വെച്ച പുസ്തകമാണ്. ഞാൻ വാങ്ങിച്ചില്ല. DC ബുക്സ് ആണ് ഇതിന്റെ പബ്ലിഷേഴ്സ് എന്ന് തോന്നുന്നു. ഇപ്പൊ കിട്ടുമെന്ന് അറിയില്ല. പഴയതാണ്. സയൻസ് ഓഫ് ബ്രീത്ത് പ്രാക്ടിക്കൽ ഗൈഡ്. സ്വാമി രാമയുടെ റിസർച്ചുകളാണിത്. അതിന്റെ കൂടെ 2 ഇംഗ്ലീഷ് ആൾക്കാരും കൂടി MD കൂടിയാണ് എഴുതിയിരിക്കുന്നത്. നല്ല വായിക്കാൻ നിങ്ങൾ സാധാരണ കുറച്ച് ബോറായിരിക്കും, കാരണം വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ പുസ്തകത്തെ പറ്റി അങ്ങനെ പരിചയപ്പെടുത്തുകയല്ല, പരസ്യമാക്കുകയല്ല. ആചാര്യശ്രീയുടെ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ താല്പര്യമുള്ളവർക്ക്. ജീവിത വിജയത്തിന് വേദങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഭാഗമായി മാറുന്നത്, ഓരോ സൂത്രം വെച്ചിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗതമായ രീതിയാണ്. ആ രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം, ഓക്കെ ശരി, ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് പറയാനുണ്ടാവും. ജസ്റ്റ് 2 പേര് ഞാൻ ആദ്യം എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിൽ പോകാം. പിന്നെ ലാസ്റ്റ് ബാക്കിയുള്ളവർക്ക് ലാസ്റ്റ് പറയാം, കാരണം കേൾക്കുന്നവർക്ക് ബോർ എടുക്കണ്ട, ക്ലാസ്സും കൂടി കേൾക്കണമല്ലോ. ഓക്കെ, ആർക്കെങ്കിലും 2 പേർക്ക് പറയാനുള്ളത്, ഹാപ്പി ന്യൂസ് പറയാനുള്ളവർ മാത്രം ഫസ്റ്റ് വന്നോളൂ. മറ്റത് നമുക്ക് ലാസ്റ്റ് പറയാം. ആരാണ് 2 പേര്? പെട്ടെന്ന് പറഞ്ഞു. ആൻഡ്രേസ് ചെയ്താൽ പറയാം. ഡാനിയൽ ബാബു പോളിനതാണോ പറയാനുള്ളത്? ഹാപ്പി ന്യൂസ് ആണോ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത്. അല്ല, വെറുതെ വന്നതാണോ? ഡാനിയൽ ബാബു പോൾ, സമയം കളയല്ലേ? പറഞ്ഞോ, ആശാ ചെയ്ത് പറഞ്ഞു. സാറേ, എനിക്ക് 4 വർഷമായിട്ട് കിട്ടാതിരുന്ന ഒരു പൈസയായിരുന്നു. നമ്മുടെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് എനിക്കത് 50,000-ന് 42,000 രൂപ അക്കൗണ്ടിൽ വന്നു. ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന പൈസയാണ്. അത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സാർ, ഒത്തിരി നന്ദി. കൺഗ്രാജുലേഷൻ. വേറൊരു കാര്യം, IR ഫൈവ് സിറ്റുവേഷൻ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. കാരണം എന്റെ വർക്ക് നടക്കുന്ന സമയത്തും എല്ലാം ഞാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വർക്ക് ഓൾറെഡി പെൻഡിങ് ആയിരുന്നു, അവർ കൺഫേം ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വിളിച്ച് കൺഫേം ചെയ്തു. അതൊരു ബ്രൈഡൽ വർക്കാണ്. അത് ഓൾറെഡി ബുക്കിംഗ് ആയി. നാളെ എനിക്ക് സ്റ്റാർട്ട് ആവും പണി. അതും കിട്ടി. ഡബിൾ സ്റ്റോറി. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനകത്ത് വലിയ കാര്യം കഴിച്ച കോട്ടയത്തെ ഒരു വലിയ ലോയറുടെ മകളുടെയാണ്. അപ്പൊ എനിക്ക് ആദ്യം അവര് എൻക്വയറി ചെയ്തിരുന്നെങ്കിലും ഞാൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ആക്റ്റീവായിട്ട് വന്നപ്പോ ഞാനിങ്ങനെ ചോദിച്ചപ്പോ അവരൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. ഓൾറെഡി അവര് ഫിക്സ് ചെയ്തു. അപ്പൊ നാളെ എനിക്കത് വർക്കുണ്ട്.
അതും വലിയൊരു വെരി ഗുഡ്, വെരി സാർ ഗുഡ്, താങ്ക് യു Congratulations. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അടുത്തൊരു കാര്യം കൂടി പറയണ്ട, കോച്ച് ദ കോച്ച് പ്രോഗ്രാമിലേക്ക് പ്ലാൻ ചെയ്തോളൂ. അത് പറയാൻ ഇത് കഴിഞ്ഞ് ഞാൻ പറയട്ടെ, അതുകൊണ്ട് അനൗൺസ് ചെയ്യാണ് ഞാൻ. ഓക്കെ, ശരി. എന്താണ് സുധാകരമ്മ പറയാനുള്ളത്? പറഞ്ഞോ. ഞാന് ആദ്യത്തെ വിമാനയാത്രയായിരുന്നു കുംഭമേളയ്ക്ക് പോയത്. ഇതുവരെ ചെറുപ്പകാലം മുതല് വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹിച്ചു. കുംഭമേളയ്ക്ക് പോയി, വിമാനത്തിൽ കയറി, കുംഭമേള ഭംഗിയായി കഴിച്ച് 20-ാം തീയതി നൈറ്റ് തിരിച്ചെത്തി. കാശിയില് പോയി ഭഗവാനെ കണ്ട് ദർശനം കിട്ടി. അടിപൊളി. കാശിയും പോയി, കാശിയും പോയി. എല്ലാം 20-ാം തീയതി സ്വസ്ഥമായി സുഖമായി തിരിച്ചെത്തി. ചെറിയ ജലദോഷം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിലുള്ള എല്ലാവർക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. താങ്ക് യു. നമ്മളൊരു കുടുംബമല്ലേ. നല്ല കാര്യം. സന്തോഷം, സന്തോഷം. ഒരു ചെറിയ ജലദോഷം. നല്ല മഞ്ഞുണ്ട് സാർ അവിടെ. നല്ല ക്ലൈമറ്റ്. പിന്നെ കുംഭമേള എന്ന് പറയുന്നത് നമ്മള് കാണുന്ന വീഡിയോ അതിന്റെ ഒരു ലേശം മാത്രമേ ഉള്ളൂ സാർ. ഒരു അനുഭവം തന്നെയാണ്. പോകുന്ന വഴി മണൽത്തരി പോലും വീഴൂല. സ്നാനഘട്ടിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ നിർദ്ദേശം പാലിക്കാതെ ഞങ്ങളുടെ കൂടെ വന്ന ആളുടെ ബാഗ് ഞങ്ങളെ പിടിക്കാൻ ഏൽപ്പിച്ചു. ഞാനും അനിയത്തിയും പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് അവര് മുങ്ങാൻ പോയി. തിരിച്ചു വന്ന ബാഗ് കാണുന്നില്ല. ബാഗ് വെള്ളത്തിൽ പോയി. നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആശ്രമ പിന്നെ ഇതൊക്കെ സപ്താഹമൊക്കെ നടത്തുന്ന ഒരു ആചാര്യനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അത് കിട്ടും, നിങ്ങൾ പേടിക്കണ്ട, കിട്ടും എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം പോയി, കിട്ടിയില്ല. വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങളോട് ചോദിച്ചു അവർക്കുള്ള അതിൽ കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രപഞ്ചനാഥൻ തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. നമ്മൾക്ക് അറിയാവുന്ന എല്ലാ പ്രിമേഷനും അവിടെ നിന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പോയ കക്ഷി തന്നെ തിരിച്ചു വന്നിട്ട് ബാഗ് കിട്ടിയിരുന്നു. പുള്ളിയുടെ ബാഗിനകത്ത് ഫോണ്, പൈസ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം പുള്ളിയുടെ അതിനകത്താണ്. പക്ഷെ ഫോൺ മാത്രം ഓൺ ആയിട്ടില്ല. എങ്ങനെ പുള്ളിക്ക് ഫ്ലൈറ്റ് ഒക്കെ കിട്ടി, പുള്ളി തിരിച്ച് നാട്ടിലെത്തി, ബാഗ് കിട്ടി. അന്നേരം നമ്മള് മഹാദേവനെ വിളിക്കുകയാണ് അവിടെ നിന്നിട്ട്. നല്ലൊരു അനുഭവമായി പോയി അതെല്ലാം പറയാതെ. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചത് 50 കോടി ആൾക്കാർ ഒരു സ്ഥലത്ത് തമ്പടിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 50 കോടി ഒന്നുമല്ല സാറേ, ആ ഗംഗാനദി മുഴുവനും ആളും ചെഞ്ചുമാണ്. ഗംഗാനദി മുഴുവനും ചെന്താണ്. ഏതായാലും വലിയ കാര്യം, പോയി വന്ന സന്തോഷം. നമ്മളിത് കുറെ ആൾക്കാർ പോയി, വളരെ സന്തോഷം, നല്ല സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇനി ആരും പറയാനില്ലല്ലോ? താങ്ക് യു. ഇല്ല, പറയാൻ പോകുന്നില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് പറഞ്ഞോ. സാറേ, ഞാൻ ഗുജറാത്തിൽ നിന്ന് ശൈലജയാണ്. അപ്പൊ എനിക്ക് അന്ന് നമ്മൾ രാത്രി സാറ് നെഞ്ഞാൻചാട്ട് എക്സ്പ്രസ് ചെയ്ത് രാവിലെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ കാശാണ്. എന്നാലും അത് എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ വന്നു 1,00,000 രൂപ. എനിക്ക് അത്യാവശ്യമായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നാലും എനിക്കത് ആ സമയത്ത് കിട്ടിയത് വളരെ ഉപകാരമായി. പ്രതീക്ഷിക്കാതെ വന്ന പൈസയാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ എല്ലാം റെഡി ആണല്ലോ? ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട്. ആഗ്രഹങ്ങൾ സാധിക്കും, സുഖമായി ഉറങ്ങും. രണ്ടും തമ്മിൽ നിങ്ങൾക്ക് മാച്ചായി തോന്നുന്നുണ്ടാവില്ല അല്ലെ? ആഗ്രഹങ്ങൾ സാധിച്ചാൽ നിങ്ങൾ എല്ലാവരും ഉറങ്ങുമോ ഇല്ലയോ? നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നിത്യമായി സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ആഗ്രഹങ്ങൾ സാധിക്കും, സുഖമായി ഉറങ്ങും. അപ്പോൾ എടുത്തോളൂ, ആദ്യത്തെ ക്യാപ്സൂൾ എടുത്തോളൂ, മറക്കണ്ട. അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും കഴിച്ചാൽ എനിക്കും ക്ലാസ് എടുക്കാൻ തോന്നും. അല്ലെങ്കിൽ എന്റെ ശബ്ദം തന്നെ കുറച്ച് ഇടറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ തന്നെ ഇടക്കിടക്ക് നിങ്ങൾ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പല ടൈപ്പും ചെയ്തിട്ട് എഴുതുന്നത് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം എഴുതണേ, അല്ല വേറെ എന്തെങ്കിലും എഴുതി വെക്കരുത്. അപ്പൊ പിന്നെ ഞാൻ എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും കേട്ടോ. ഓക്കെ, ശരി. എല്ലാവരും പോരാ? ഇല്ല, ആൾക്കാർ എത്തിയിട്ടില്ല. കമോൺ. ഹാപ്പി ആൻഡ് റെഡി. ഒന്നും കുറക്കരുത്. ഹാപ്പി ആൻഡ് റെഡി.
ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയൊക്കെ നല്ല മോട്ടിവേറ്റ് ആയിട്ട് നിങ്ങൾ ഹാപ്പി ആവാതിരിക്കരുതല്ലോ. യെസ്, പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഞാൻ എന്തിനെ പറ്റിയിട്ടായിരിക്കും പറയാൻ പോകുന്നത്? ഏകദേശം ഒരു ഐഡിയ ഉള്ളവരൊന്ന് പറഞ്ഞേ. ഇന്ന് ഏത് സബ്ജക്ട്, എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്ന സബ്ജക്ട്? പറയാം, നമ്മുടെ കൂടെ തന്നെ കോച്ചായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് തൃശ്ശൂർ പ്രോഗ്രാം മറക്കരുത് ആരും. പകുതി ഭാഗം ഫുള്ളായി കഴിഞ്ഞു. വലിയ ഹോളാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. വളരെ വലിയ ഹോളാണ്. എനിക്ക് തോന്നുന്നത് അല്ലെ, കുമാർ സാറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല വലിയൊരു ഹോളിനെ വെച്ചാൽ ഒരു മാജിക്കൽ നമ്പർ ആൾക്കാരാണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏറ്റവും മാജിക് ആയിട്ടുള്ള നമ്പർ ആൾക്കാർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഞങ്ങൾ ടാർഗറ്റ് 1, 2, 3 എന്നാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ടാർഗറ്റ് ഇന്നലെ ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഹോളിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ലൈൻ, തേർഡ് ലൈനുമാണ് ഉള്ളത്. അതുകൊണ്ട് വൈകരുത്, എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. അമേസിംഗ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ ഇന്നിപ്പോഴും നമ്മൾ ടീമൊക്കെ അടിപൊളി സെറ്റപ്പ് ആയിട്ട് ടീമുകളാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ടീമൊക്കെ മാറ്റിയിട്ടാണ് പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന പോലെ ഞാൻ ആ ക്ലാസ്സും കഴിഞ്ഞിട്ട് എത്ര മണിവരെ അവിടെ തിരുവനന്തപുരം ഇരുന്ന് ഓർമ്മയുണ്ടല്ലോ. ഇത്രയും സമയത്തെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഓരോ ആളും കേൾക്കാനായിട്ട് 9 മണിവരെ ഇരുന്നു. 3.5 മണിക്കൂർ ഞാൻ പിന്നെ അവിടെ ഇരുന്നു. ഹോട്ടലുകാർ പിടിച്ച് പുറത്താക്കാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അത്രയും സമയം അതുപോലെ നിങ്ങളുടെ ഓരോ ആളും കേൾക്കാനായിട്ട് ഞാൻ ഇരിക്കും. അതുപോലെ തന്നെ ചില ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാവും. കുട്ടികൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള പരിപാടി പ്ലാൻ ചെയ്യും. കാരണം കുട്ടികൾ നമുക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിന് വളരെ കൃത്യമായിരിക്കണം. ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരുടെ റിക്വസ്റ്റ്, ക്ലാസ്സിലൂടെ വരാൻ പറ്റാത്തവർക്ക് അവിടെ നേരിട്ട് വരാം, കാണാം. ചില മാജിക്കുകൾ നമുക്ക് അവിടെ, അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം കല്ലും കൊണ്ടൊക്കെ കളിയായിരുന്നു. ഇപ്രാവശ്യം അതുപോലത്തെ അതിനേക്കാളും പവർഫുൾ ആയ ഒരു സാധനം കൊണ്ട് വരും ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. അത്രയും കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ കൂടുതൽ ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ എന്ന് മാത്രം. എന്തായാലും ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം അവിടെ ഉണ്ടാകും, ഉറപ്പാണ്. അതിന് യാതൊരു തർക്കമില്ല. നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ടാവും. എന്നെ സംബന്ധിച്ചുണ്ടാവും, നിങ്ങളെ സംബന്ധിച്ചുണ്ടാവും, അല്ലെ? നമുക്ക് രണ്ടുപേർക്കും വേണം, ഒരാളെ സംബന്ധിച്ചല്ലോ. ഞാനെന്തോ വലിയ സംഭവം, നിങ്ങളും കൂടി നിൽക്കുമ്പോഴേ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ആളും ഇല്ല, സീനിയർ സിറ്റിസൺ മുൻനിരയിൽ പരിപാടിയൊന്നും ഇല്ല. ആദ്യം വന്നവർക്ക് ആദ്യം. ഇവിടെ എല്ലാവരും സീനിയർ സിറ്റിസൺ ആണ്. അതുകൊണ്ട് സീനിയർ സിറ്റിസൺ ഒന്നും ഇല്ല. ഞാനും നിങ്ങളും ഒക്കെ സീനിയർ സിറ്റിസൺ ആണ്. നിങ്ങളിപ്പോ 15 വർഷം മുമ്പേ ആയി, ഞാൻ 15 വർഷം കഴിഞ്ഞിട്ടാവും. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം വന്നവർക്ക് ആദ്യം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഓക്കെ, യെസ്, അത് മറക്കരുത്. രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ, ഹാപ്പിനെസ് മാസ്റ്ററിയിൽ തന്നെ ഞാൻ ഒറ്റക്കാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ആൾക്കാരെ ഇവിടെ തന്നെ ക്ലാസ് എടുക്കാൻ ആൾക്കാർ വേണം. അതുപോലെ തന്നെ കുറെ ആൾക്ക് ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞാൻ കോച്ച് ദ കോച്ച് പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഈ വീക്കിൽ അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓരോ ആൾക്കും കോച്ചിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ, മറ്റുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനും ഇതുപോലെ ലൈഫിൽ പുഞ്ചിരിച്ച് നിൽക്കാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 4 സ്റ്റേജ് ആയിട്ടാണ് കോച്ച് ദ കോച്ച് പ്രോഗ്രാം പോകുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കഴിയുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് ആയി നമ്മൾ കോച്ച് എന്ന രീതിയിലുള്ള ഏത് പാഷനിലാണോ ഒരു കോച്ച് ആകുന്നതിന്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാ നടപടിയും ആയി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ മറ്റെല്ലാം പഠിപ്പിക്കുന്ന പോലെ അല്ല കോച്ചിങ് പഠിപ്പിക്കുന്ന. കൃത്യമായി അവർക്കത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൂടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് വരെ ഉണ്ടാക്കാനും, അതുപോലെ സമൂഹ നന്മയ്ക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം കോച്ചിങ് എന്ന് പറയുന്നത്. അത് ഓരോ പ്രൊഫഷനും, ഓരോ ആൾക്കും ഓരോ പ്രൊഫഷനാണ്. ആ പ്രൊഫഷനെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനാണ് വെച്ചാൽ അവരുടെ നിഷ് ഫൈൻഡ് ചെയ്യാന്ന് പറയും. ആ നിഷ് ഫൈൻഡ് അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ പഠിപ്പിക്കുകയും എങ്ങനെയാണ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യണമെന്നും, എങ്ങനെയാണ് നിങ്ങളൊരു ടേസ്റ്റ് കണ്ടെത്തുന്നതും, എങ്ങനെയാണ് ട്രെൻഡി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തുന്നതും, എങ്ങനെയാണ് ഒരു പുസ്തകം എഴുതേണ്ടതെന്നും, എങ്ങനെയാണ് കൃത്യമായി നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് നോക്കി വായിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കും.
അത് കൃത്യമായി പഠിപ്പിക്കാൻ, അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് താല്പര്യം നല്ല അങ്ങനെ ഒരു പാഷൻ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും കയറി വരാം. രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? എഴുതാനും വായിക്കാനും അറിയണം, അല്ലെങ്കിൽ പറ്റിപ്പോകും. ഇത് രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ബാക്കി ഏതൊരാൾക്കും ഏത് ക്വാളിഫിക്കേഷൻ ഒന്നും വിഷയമല്ല. കമ്മിറ്റ്മെന്റും എഴുതാനും ഉണ്ടാകുന്നത്. ആർക്ക് വേണ്ടവരോ അഡ്മിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച ഒരു വെബിനാർ വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കൂ. എന്നിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്യൂ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വന്നാൽ മതി. മറ്റെല്ലാ കോഴ്സ് പോലെ അല്ല 4 ദിവസം പഠിച്ചിട്ട് അല്ലെങ്കിൽ 5 ദിവസം പഠിച്ചിട്ട് ഡ്രോപ്പ് ആയിട്ട് ഇത് പോകാൻ പറ്റില്ല ഈ പരിപാടി. നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ്, അത്രയും പാഷനേറ്റ് ആയ ആൾക്കാർക്ക് മാത്രമാണ് ഈ പരിപാടി പറ്റുക. കാരണം വെച്ചാൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ ഉള്ളവർക്കേ പറ്റുള്ളൂ. സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തവർ മറ്റാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അപ്പൊ അതുപോലെ പക്ഷെ മോണിറ്ററി ബെനിഫിറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ 4 പ്രൊഫഷനിലാണ് ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. 4 പ്രൊഫഷണൽ. ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമാണ്, ഇപ്പൊ പുതിയ ടീനേജേഴ്സിനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 4 മേഖലയിലാണ് ഹൈ ആയിട്ട് പേ ഇൻകം കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ്. ഇന്നിപ്പോ അത് AI ഒക്കെ കൈയടക്കി കഴിഞ്ഞു. ഒരുപാട് AIയുടെ സാധ്യതകളുണ്ട്. ഞാൻ ഇന്നൊരു പാട്ട് ഒരു കവിത എഴുതിയിട്ട് AI കൊടുത്തിട്ട് അതിനെ പാട്ടാക്കിയിട്ട് എനിക്ക് അപ്പത്തെ തോന്നുന്നു. ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, കുറച്ച് ലാസ്റ്റ് നിമിഷത്തിൽ കേൾപ്പിച്ചു തരാം സമയം ഉണ്ടെങ്കിൽ. അടിപൊളി ടൂൺ ഇട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോ, ഇത് ഞാൻ എഴുതിയ കവിതയാണ്, എന്താ ടൂൺ എന്നറിയാം. അപ്പൊ അതൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ കുറെ അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കോണ്ടന്റ് ക്രിയേഷൻ. AI വന്നാലും അതിന്റെ പ്രോംപ്റ്റിംഗ് അറിയണം. പ്രോംപ്റ്റിംഗ് അറിഞ്ഞാലേ കൃത്യമായി എഴുതി കിട്ടുള്ളൂ. അപ്പൊ അത് അത് നമുക്ക് വളരെ ഹൈ പെയ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹൈ പെയ്ഡ് ഉള്ള ഒരു കാലഘട്ടമാണ്. ഡിജിറ്റൽ പഠിക്കാവുന്ന നല്ല എമൗണ്ട് കിട്ടുന്ന, നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നാലാമതായി പറഞ്ഞാൽ ഈ പൈത്തോൺ സോഫ്റ്റ്വെയർ കോഡിംഗ് എന്ന് പറയുന്ന സാധനം, പൈത്തോണും അതുപോലെ കോഡിംഗ് ചെയ്യുന്നത് നല്ല പെയ്ഡ് കിട്ടുന്ന ഇൻകമാണ്. കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അത് ആർക്കും ചെയ്യാം, ഏതൊരാൾക്കും ചെയ്യാം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നാലാമത്തെ ആണ് ഈ കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രയും കാശ് വരുന്ന ഫീൽഡാണ് കോച്ചിങ്. ഇപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഓപ്പൺ വിത്ത് യു, ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇത് ഫ്രീ ഒന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലാതെ വെറുതെ ആയിട്ട് ഞാൻ ഫ്രീ ചെയ്യുന്നൊന്നുമല്ല. എനിക്ക് നല്ല പൈസ യൂട്യൂബിൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യിക്കാൻ നല്ല കാശ് കിട്ടും. എനിക്ക് സത്യം ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങളോട്, എനിക്ക് കഴിഞ്ഞ മാസം നല്ല എമൗണ്ട് കിട്ടി യൂട്യൂബിൽ നിന്ന്. ഈ മാസവും കിട്ടും, അടുത്ത മാസം കിട്ടും, എല്ലാ മാസവും കിട്ടും. ആർക്കും സാധ്യമാണ്, ആർക്കും സാധ്യമല്ലാത്ത പരിപാടിയൊന്നും അല്ല. പക്ഷെ നമ്മളിൽ കുറച്ച് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും റിലവന്റ് വേണം. വെറുതെ കാർഡ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവും, പക്ഷെ അതിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. താല്പര്യമുള്ളവർ ഒന്ന് പറഞ്ഞോളൂ, നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ 25 പേരെ മാത്രമേ എടുക്കുള്ളൂ ഒരു ബാച്ചിൽ. അടുത്ത ബാച്ച് രണ്ടാമത്തെ തുടങ്ങണം. 6 മാസങ്ങളിൽ മിനിമം എടുക്കും. 25 ആൾക്കാരെ ഞാൻ എടുക്കുള്ളൂ. അത് കൂടുതൽ എനിക്ക് ട്രെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് പറ്റില്ല, സ്ട്രെയിൻ ആവും. അതുകൊണ്ട് ഏകദേശം നമ്മളിലിപ്പോ 15ഓളം ആൾക്കാർ ഓൾറെഡി കഴിഞ്ഞു. ഇനി 10 പേരുടെ വേക്കൻസി മാത്രമേ സാധ്യതയുള്ളൂ. യെസ്, താല്പര്യമുള്ളവർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. ഓക്കെ, റെഡി ആണല്ലോ എല്ലാവരും? നേരത്തെ പറഞ്ഞു ക്യാപ്സൂൾ കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇരുന്നത്. അപ്പൊ വെള്ളമൊക്കെ കുടിച്ചോളൂ. ഓക്കെ, ശരി. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യത്തിന് ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യണേ. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയും? അവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയും? യെസ്, വന്നോട്ടെ, ടൈപ്പ് ചെയ്യൂ. ഇത് തന്നെയാണ്. ന്യൂക്ലിയർ വെപ്പണോ, അമേരിക്കയും യുക്രൈൻ അല്ലെങ്കിൽ യുക്രൈൻ വാറോ അല്ലെങ്കിൽ ഇസ്രായേൽ വാറോ, ഇതൊന്നും അല്ല ജനത ഉള്ള വിഷയം എന്ന് വെച്ചാൽ only one thing, ടെൻഷനാണ്, അല്ലെങ്കിൽ ആരോഗ്യ വിഷയമാണ്. എല്ലാവരുടെ ആരോഗ്യ വിഷയം എന്ന് പറയുന്നില്ല, സ്ട്രെസ് തന്നെ പറയേണ്ടി വരും. സ്ട്രെസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് ഹെൽത്ത് വരുന്നത്. എല്ലാവർക്കും ആരോഗ്യ വിഷയം ഉണ്ടാവുന്നതിന്റെ ഏത് തരത്തിലുള്ള രോഗമായാലും WHO കണക്ക് പ്രകാരം, ആധുനിക ശാസ്ത്ര പഠനങ്ങളും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകളും പ്രകാരം നമുക്ക് ഇന്ന് 40 തൊട്ട് 45% വരെയുള്ള ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ക്രോണിക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയാണ്. കൃത്യമായി എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ക്രോണിക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ആണ്
മനുഷ്യരാശിയുടെ ഇന്നത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ തിരിച്ചു ചോദിച്ചാൽ മനുഷ്യരാശിയുടെ എന്നത്തെയും പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ യുഗങ്ങളായിട്ട് ഏകദേശം ഇത് തന്നെയാണ്. പക്ഷെ മുമ്പേ മനുഷ്യൻ കുറെയൊക്കെ ഇതിനെ സോൾവ് ചെയ്യാൻ അറിയാമായിരുന്നു. അവനവന്റെ എങ്ങോട്ട് ഇത്തരം ധൃതി പിടിച്ച ജീവിതം അല്ലാതിരിക്കുമ്പോൾ കുറെയൊക്കെ കൺട്രോൾഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റിയാണ്. ഇതിന് ആൾക്കാരുടെ എണ്ണം ഇതൊന്നും ഇല്ല കേട്ടോ. എന്താ പറയാ, വയസ്സിന്റെ ഏജിന്റെ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു 10 വയസ്സ് മുതൽ 10 വയസ്സല്ല, അതിന് താഴെയുള്ള കുട്ടികൾക്കുണ്ട്, അവർക്ക് അറിയില്ല ഇതെന്താന്ന് അറിയില്ല. 10 വയസ്സ് മുതൽ മരണം വരെ ഈ സാധനം തുടരുന്നു എന്നുള്ളതാണ് പഠനം. ഞാൻ പറയുന്നതെല്ലാം ഞാൻ വെറുതെ കണ്ണടച്ച് പറയുന്നതല്ല, ഇതെല്ലാം റിസർച്ച് ഫൈൻഡ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ലെങ്ത് ആയിട്ട് പറയേണ്ടി വരുന്നതുള്ളൂ. നോക്കൂ, സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മളിൽ ഓരോ ആളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഒരു 2 മാസമായിട്ടൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും 2 മാസം ഈ ക്ലാസ്സിൽ വരുന്ന മുമ്പത്തെ മാനസികാവസ്ഥയെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാറ്റമുണ്ടായത്, എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ചത്. എല്ലാവരും ഹാപ്പിനെസ് 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 പറയുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായത്? നമുക്ക് സ്ട്രെസ് ഇല്ല, ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അതെല്ലാം അതുപോലെ ഉണ്ടായിട്ട് അതിനൊന്നും മാറ്റം വന്നിട്ടില്ല, എല്ലാം അതുപോലെ നടക്കുന്നു. പക്ഷെ നമ്മളുടെ അകത്ത് ഇതിന്റെ ഇൻവോൾവ്മെന്റിന് മാറ്റം വരുമ്പോഴാണ് ഈ സാധനം നമുക്ക് മാറിപ്പോയത്, നമ്മളിൽ നിന്ന് മാറി വന്നത്, അല്ലെ? എല്ലാവരും പറയും, ഏകകണ്ഠമായി നിങ്ങൾ എല്ലാവരും പറയും, യൂട്യൂബ് വീഡിയോ കാണുന്നവർ എല്ലാവരും പറയും, കുടുംബസമേതം കാണുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം പറയുന്നു സാറേ മാറ്റമുണ്ടായി. സാറും പറയുന്നു മാറ്റമുണ്ടായി, ഒരു തർക്കമില്ല, സാറിനും വലിയ മാറ്റമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, രാവിലെ കിടന്ന് ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് നേരെ കുടിച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഇപ്പൊ എനിക്കെന്തും കൊണ്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഒന്നുമില്ലല്ലോ. ഒരു പനിയുണ്ടെന്നോ ജലദോഷം ഉണ്ടോ തൊണ്ടയുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല, കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യം വരുമ്പോൾ നമ്മൾക്ക് ഇത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ നമ്മളുടെ സ്ട്രെസ് നമ്മളെ ഇത്രയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. പലരും പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ ആൾക്കാർ, സാറേ മെഡിറ്റേഷൻ എഫക്റ്റ് ആയോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല സാറേ, പക്ഷെ എന്റെ കാലിലൊരു വേദന ഉണ്ടായി, അത് പൂർണ്ണമായിട്ട് ഇപ്പൊ ഇല്ല. എനിക്ക് വേറൊന്നും മാറ്റം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പോയെടുത്തെല്ലാം ആൾക്കാർ എന്നോട് ചിരിക്കുന്നു, എല്ലായിടത്തും ആൾക്കാർ ചിരിക്കുന്നു എന്ന് പറയുന്ന അല്ലേ, കുറേ ഉദാഹരണങ്ങൾ കണ്ടിട്ടില്ലേ? വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, സാറേ എന്ത് മാറ്റമൊന്നും എനിക്കറിയില്ല, എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ഭർത്താവ് നല്ല സോഫ്റ്റ് ആയിപ്പോ എന്നോട്. എനിക്ക് മാറ്റമില്ല, ഭർത്താവ് മെഡിറ്റേറ്റ് ചെയ്ത് ഞാനാണ്, ഭർത്താവിനാണ് മാറ്റം ഉണ്ടായതെന്ന് പറയുന്ന അല്ലേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്യാനും കോൺഫിഡൻസ് ആണ്, ഒരു വിഷയമില്ല, എവിടെ വേണമെങ്കിൽ പോകും. ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണം നമുക്ക് പറയാം. കോഴിക്കോട് പ്രോഗ്രാം വെച്ചപ്പോഴും തിരുവനന്തപുരം പ്രോഗ്രാം വെച്ചപ്പോഴും ജീവിതത്തിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്ത എത്ര അമ്മമാരെന്ന് അവിടെ വന്നിട്ടുണ്ട്. ഒരൊറ്റ ധൈര്യത്തിൽ വന്നിട്ടില്ലേ, ഞാൻ എത്തിയിരിക്കുമെന്ന് പറഞ്ഞ്. ഇത് എവിടെ നിന്നുണ്ടായി ഈ സാധനം? ഒന്നുമില്ല. ഇതിന്റെ സയൻസ് പറഞ്ഞുതരാം. നമുക്ക് ഇതെല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾക്ക് എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആസ്മ മാറി, അങ്ങനെ പല പല അസുഖങ്ങൾ മാറിയുണ്ട്, തുമ്മല് മാറിയവർ, ആസ്മ മാറിയവർ, അലർജി മാറിയവർ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശരിക്കും നിങ്ങൾ പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. എന്താണ് നമ്മൾ ആങ്സൈറ്റിയും അല്ലെങ്കിൽ സ്ട്രെസ്സും ആങ്സൈറ്റി നമുക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയും? ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. നമുക്ക് പ്രധാനമായിട്ടും ഇത് ഉണ്ടാവാനുള്ള കാരണം ഒന്ന് നമ്മുടെ ഹോർമോണിന്റെ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഹോർമോണിന്റെ വിഷയമാണ്. യെസ് കുംഭമേള, ഓക്കെ. ഹോർമോൺ ബാലൻസിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിത് സംഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ കൃത്യമായിട്ട്. അതായത് ഹോർമോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നതാണ് ഹോർമോണിന്റെ പ്രവർത്തനം. സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന കെമിക്കൽ കൂടുമ്പോഴാണ്. അതായത് ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവുന്നത്. ഈ കോർട്ടിസോൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വാക്കുകൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ,
ഇതിലൂടെയാണ് കോർട്ടിസോൾ ഉത്പാദിപ്പിക്കുന്നത്. ഈ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം, പിന്നെന്താണ്, പിന്നെ നമുക്ക് വേറെ കുറെ സാധനം ഉണ്ടല്ലോ, BP, ഫാറ്റ്, ലിവർ ഫാറ്റ്, ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ സാധനം ഉണ്ടല്ലോ, അതിന്റെ പേര് നമ്മുടെ എന്താ പേര് മറന്നു പോയത് പെട്ടെന്ന്, നമ്മുടെ പ്രഷറിന് കാരണമാവുന്ന സാധനം ഉണ്ടല്ലോ, പെട്ടെന്ന് മറന്നുപോയി നമുക്ക്. ഷുഗർ അല്ല, ഷുഗർ ഉണ്ട്, ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം കോർട്ടിസോൾ ആണ്. ഈ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാലാണ്, കോർട്ടിസോൾ കൂടിയാൽ എന്ത് ചെയ്യുന്നത്, ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്ക് 4 ഹോർമോൺസ് ഉണ്ട്. ഈ 4 ഹോർമോൺസും കുറയുകയും കോർട്ടിസോൾ കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ കോർട്ടിസോൾ നമുക്ക് ഉത്പാദനം കൂടുമ്പോൾ നമ്മുടെ മസ്കുലസിൽ എല്ലാത്തിലേക്കും പോകുന്ന രക്തത്തിനകത്ത് ഇതിന്റെ അളവ് കൂടുകയും മസിൽസ് എല്ലാം സ്റ്റിഫ് ആവുകയും ചെയ്യും. മസിൽസ് സ്റ്റിഫ് ആവുക, അവിടെ രക്തഓട്ടം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരോഗ്യ പ്രശ്നം തുടങ്ങും. അപ്പൊ കൈകാല് വേദനിക്കും, കാല് വേദനിക്കും, അല്ലെങ്കിൽ ആസ്മ വരും, അല്ലെങ്കിൽ എന്താ പറയാ, മുട്ടുവേദന തുടങ്ങും, കാലുവേദന തുടങ്ങും, കൈവേദന തുടങ്ങും, നടുവേദന, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ടാവും. ഇതിന് പ്രധാന കാരണം കോർട്ടിസോൾ. കോർട്ടിസോൾ കുറക്കാൻ എന്താ ചെയ്യേണ്ടത്? കോർട്ടിസോൾ കുറക്കാനായിട്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ഹൃദ്രോഗത്തിന്റെ കാര്യം, കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് നമുക്കുണ്ട്. അതായത് നമ്മുടെ ചെസ്റ്റിൻ നമുക്ക് എന്താ പറയാ, ഹൃദ്രോഗം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ കൊണ്ടാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതും സെയിം തന്നെയാണ്, കോർട്ടിസോളാണ് അതിന്റെ ആള്. അതുപോലെ ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനിപ്പോ അധികം പറഞ്ഞിട്ട് പോകുന്നില്ല. അതിന് നമ്മുടെ വിഷയങ്ങളല്ല, നിങ്ങൾക്കുള്ള എല്ലാ വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയാ, മെലാറ്റോണിൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ ഉറക്കത്തെ ബാധിക്കുന്ന ആ ഒരു ഹോർമോൺ. ഇതെല്ലാം, ഇൻസോമീനിയ, ഇതൊക്കെ വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സ്ട്രെസ് കൊണ്ടാണ്. ഈ സ്ട്രെസ്സിന്റെ പ്രധാന കാരണം നമ്മളുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ കൃത്യമായി വർക്ക് ആവാത്തത് കൊണ്ടാണ്. ഇതിന് പ്രധാനമായിട്ടും എല്ലാ പഠനങ്ങളും അവസാനം എത്തി നിൽക്കുന്നത് 3 കാര്യങ്ങളിലേക്കാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ അല്ലെ. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് കാരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മളുടെ എന്തായിരിക്കും ഒന്നാമത്തെ കാരണം? എന്തുകൊണ്ടായിരിക്കും നമുക്ക് സ്ട്രെസ്സും കൊളസ്ട്രോളും കൂടുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നോക്കട്ടെ, നിങ്ങൾ പറഞ്ഞു എന്തായിരിക്കും കാരണം? ടൈപ്പ് ചെയ്ത് നോക്കിയേ. എല്ലാത്തിനും ഓവറോൾ എല്ലാ അസുഖങ്ങൾക്കും പ്രധാനമായ കാരണം ഒന്ന് എന്തായിരിക്കും? ഈ സ്ട്രെസ് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും? ചിന്തകൾ. ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണെന്നല്ല, ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന വിഷയം. ചിന്തകളാണെന്നറിയാം, ചിന്തകൾ അല്ല, സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണമാണ് പറഞ്ഞത്. സ്ട്രെസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന, ഈ കോർട്ടിസോൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു പ്രവർത്തനത്തിന്റെ വിഷയമാണ്. യെസ്, ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ പ്രധാന വിഷയം. നമ്മൾക്ക് ഉചിതമല്ലാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലെല്ലാം പെട്ടു. ഭക്ഷണം പെട്ടു, ചിന്തകൾ പെട്ടു, കാഴ്ചകൾ പെട്ടു, ആക്ടിവിറ്റികൾ പെട്ടു, ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൽ വരുന്ന കാര്യമാണ്. ജീവിത രീതിയാണ് നമ്മുടെ യഥാർത്ഥ വിഷയം. ഞാൻ ഒറ്റ കാര്യം തിരിച്ചു വയ്ക്കട്ടെ. കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ മാറ്റം വരുത്തിയോണ്ടല്ലേ. പ്രധാനമായിട്ട് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്നും നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോഴല്ലേ. 5:30 മണിക്ക് എഴുന്നേറ്റു, മെഡിറ്റേറ്റ് ചെയ്തു, പിന്നെ വെള്ളം കുടിച്ചു, കൃത്യമായി ശ്വാസോച്ഛ്വാസം ചെയ്തു, അല്ലെ? 3-4 കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കൃത്യമായി എഴുന്നേക്കുക, കൃത്യമായി ഫ്രഷ് ആവുക, അത് കഴിഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്യുക, കൃത്യമായി വെള്ളം കുടിക്കുക, അതിൻ്റെ ഇടയിൽ കൃത്യമായ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇത്രയല്ലേ പ്രധാനമായിട്ട് ചെയ്തുള്ളൂ. കൂടുതൽ അപ്പോഴും മാറ്റം വന്നല്ലോ. ഇത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പൊ അതങ്ങനെ നിരന്തരം നിത്യജീവിതത്തിൽ ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാവുമോ? അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ഫുഡിൽ, ഇപ്പൊ എല്ലാവരും എനിക്കറിയാം, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, വളരെയധികം കൺട്രോൾഡായിരിക്കും നിങ്ങളുടെ ഫുഡിൽ. എല്ലാവരും കൺട്രോൾഡായിരിക്കും. നമ്മളെ മാറ്റം ഉണ്ടായ ആൾക്കാർ ഓരോ ഫുഡും വളരെ കോൺഷ്യസ് ആയി മാത്രമേ കഴിക്കുള്ളൂ. വലിച്ചു വാരി തിന്നുന്നതൊന്നും ഇപ്പൊ നടക്കൂല. വ്യത്യാസം ഉണ്ടാവും. ലൈഫ് സ്റ്റൈലിന്റെ പാറ്റേൺ ഒന്ന്, നമ്മൾക്ക് പറ്റാത്ത രീതിയിലുള്ള ജോലികളും അല്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രഷറിൽ പോയി തലയിടും. രണ്ടാമത്, നമ്മൾ ശരീരത്തിന് വ്യായാമം കൊടുക്കില്ല, കൃത്യമായ ബ്രീത്തിങ് ചെയ്യില്ല. ബ്രീത്തിങ്ങിനെ പറ്റി നമ്മൾ അറിയേയില്ല, ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടോന്ന് പോലും നമുക്ക് അറിയ പോലും ഇല്ലായിരുന്നു.
മൂന്നാമത് വഴിയെ പോകുന്ന വയ്യാവയിലെല്ലാം തല കൊണ്ടിടണം. നാട്ടിൽ എവിടെയും എപ്പോഴും എന്ത് നടക്കുന്നു അതിലെല്ലാം ഞാൻ ഉണ്ടാവും. നമ്മളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്റെ ചിന്ത കൊണ്ട് അവിടെ ഉണ്ടാവും. അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ നടക്കും. ഇപ്പൊ അതൊക്കെ കുറച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പകുതി സാധനം ഒഴിഞ്ഞു പോയി, അല്ലെ? കുറേ വേസ്റ്റേജുകൾ അങ്ങനെ ഒഴിഞ്ഞു പോയി. ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റിയാൽ മാത്രം മതിയെന്നേ. WHO റിപ്പോർട്ട് പ്രകാരം പറയുന്നത്, നിത്യജീവിതത്തിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അഭ്യസിക്കൂ, എല്ലാ മാറ്റങ്ങളും സംഭവിക്കും. ഒന്നാമത്തത് ഒന്ന് പറഞ്ഞു നോക്കിയേ, ടൈപ്പ് ചെയ്ത് നോക്കിയേ. കൂടുതൽ ഞാൻ ക്ലാസ് എടുത്ത സമയങ്ങളുടെ ആവശ്യമില്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഞാനത് ഓരോ 1 by സ്റ്റെപ്പായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ടൈപ്പ് ചെയ്തോ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്താൽ തന്നെ എല്ലാത്തിനും മാറ്റും. അല്ല, സ്ലീപ്പ് അതിനകത്ത് വരും, അവസാനം വരും ഇത് ചെയ്താൽ. ഒന്നാമത്തത് മെഡിറ്റേഷൻ. ഈ ടൈപ്പ് ചെയ്യുന്ന ആരാന്നറിയോ? സ്ഥിരം മെഡിറ്റേറ്റ് ചെയ്യുന്നവരാ. എന്റെ ഗുണം അനുഭവിച്ചു. ആ അനുഭൂതി അനുഭവിച്ച പിന്നെ അത് വിടില്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാത്തവർ ഇത് ടൈപ്പ് ചെയ്യില്ല. കാരണം അത് അനുഭവിച്ചു, എന്നെ അതിനകത്ത് രക്ഷയില്ല. എന്തൊരു സുഖാന്നറിയോ അത്. ആ സുഖാവസ്ഥയിൽ വന്ന ഏത് പറഞ്ഞാലും ഫസ്റ്റ് അവിടെ എത്തുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരാളെ പഠിപ്പിച്ചെടുക്കേണ്ട സാധനമല്ല. ഒരാളെ പഠിപ്പിക്കാനും പറ്റില്ല. അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ സത്യം അനുഭവിച്ചറിഞ്ഞവൻ പിന്നെ അവനുള്ള എല്ലാ വിഷയങ്ങളിലൊന്നും അതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഈ സാധനം നടക്കുമ്പോൾ, ഇന്ന് ഞാനല്ലേ പറയണത്, ഇതെല്ലാം ഇപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നതാണ്. നിങ്ങളുടെ ബ്രെയിനിനെ എപ്പോഴാണോ സന്തുലനപ്പെടുത്താൻ പറ്റുന്നത്, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റം ഉണ്ടാവും. നമുക്കുണ്ടാവുന്ന സകല ദൈവികത എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞേ, ഇതൊന്നും ചെയ്യാതെ തേരാപ്പാര നടക്കുന്ന ഒരുത്തൻ ദൈവവിളി ഉണ്ടായിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞേ. എവിടെയെങ്കിലും ഒരു കഥയിൽ പറഞ്ഞു തന്നെ, ഇതൊന്നും ചെയ്യാതെ നടന്നവൻ ദൈവം വിളിച്ചു വാ മോനെ ഇങ്ങോട്ട് വാന്നിട്ട് വിളിച്ചിട്ടുണ്ടോ എന്ന് അടിച്ച്. ഏതെങ്കിലും ഒരു കഥയിൽ വേണ്ട, ഏതെങ്കിലും ഒരാൾ എഴുതി കഥയിലെങ്കിലും ഉണ്ടോ നോക്കി? ഉണ്ടാവില്ല. അത് സാധ്യമല്ല. കാരണം മറ്റൊന്നുമല്ല, പടിയാറും കടന്ന് ഇവിടെ ചെല്ലുമ്പോൾ അവിടെ ആരെ കാണാം? അല്ലേ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? പാട്ട് കേൾക്കുമ്പോൾ നമുക്കാരും തോന്നിയിട്ടില്ല ഇതെന്താന്നല്ലേ? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാം. നമ്മൾ അത് കഴിഞ്ഞ് ചക്രയിൽ പഠിപ്പിക്കുന്നുണ്ട്, 6 പടികൾ വരെ തൊടേണ്ടുള്ളൂ, 7ാമത്തെ പടി തൊടണ്ട, അത് അവൻ തരും നമുക്ക് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അല്ലേ? ഇത് വളരെ സത്യസന്ധമായി ഭാരതീയ സംസ്കാരത്തിലുള്ള പഠിപ്പിച്ചു വെച്ച, ലോകത്തിന് ഭാരതീയ സംസ്കാരം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ എന്ന് പറയുന്ന സാധനം. യോഗയിൽ ഇല്ലാത്ത പ്രതിവിധികളില്ല. അതൊക്കെ നല്ല ഗുരുവിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട്. പക്ഷെ സാധാരണക്കാരൻ എല്ലാം പഠിക്കാൻ പറ്റുമോ വെച്ചാൽ അപ്രായോഗികമെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. പ്രാണായാമം, കൃത്യമായി ശ്വാസോച്ഛ്വാസം ചെയ്യാനും കൃത്യമായി സ്വസ്ഥമായി ഇരിക്കാനും നമുക്ക് പഠിക്കാം. അതിന് പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നുമില്ല, സാധാരണക്കാരന് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇത്ര കാലം ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്താ സംഭവിച്ചതെങ്കിൽ, എന്താണ് ശ്വാസോച്ഛ്വാസം സംഭവിക്കുന്നത്? കൃത്യമായി ഓക്സിജൻ എടുത്ത് എല്ലാ കോശങ്ങളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ കോശങ്ങളെല്ലാം, നിങ്ങൾക്കറിയാലോ കോശങ്ങളുടെ പ്രത്യേകത, അത് ഓരോ നിമിഷവും 10,000-കണക്കിന് കോശങ്ങൾ മരിക്കുകയും 10,000-കണക്കിന് കോശങ്ങൾ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോശങ്ങൾ ജനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിൽ. ഒരിക്കലും നിൽക്കുന്നില്ല. അത് മരണം വരെ ശരീരം ശോഷിക്കുന്നു എന്ന് പറയുന്നത് കോശങ്ങളുടെ മരണനിരക്ക് കൂടുകയും ജനന നിരക്ക് കുറയുകയും ചെയ്യുമ്പോഴാണ് ശരീരം ശോഷിക്കുന്നത്. അപ്പൊ നല്ല കൃത്യമായി മെഡിറ്റേറ്റീവ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന, പ്രാണായാമം ചെയ്യുന്ന ആൾക്കാരുടെ ഈ കോശത്തിന്റെ ഡെത്ത് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അവരിങ്ങനെ തിളങ്ങി നിൽക്കും പൊതുവെ. കാരണം കൃത്യമായി ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വയസ്സായി കഴിഞ്ഞാലും അവർക്ക് ഈ മരണനിരക്ക് കോശത്തിന്റെ ഡെത്ത് റേറ്റ് കുറവായിരിക്കും. കാരണം അതിനാവശ്യമുള്ള എന്താണ് കോശത്തിന്റെ ജീവനത്തിന് ആവശ്യം? എന്താണ്? കൃത്യമായ ഓക്സിജനും ബ്ലഡുമാണ്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് മരിച്ചു പോകില്ല. ഇതാണ് ഈ ചിലവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി പാലിക്കാൻ നമുക്ക് പറ്റിയ എല്ലാ ദിവസവും നമ്മൾ ഏത് സമയത്ത് ചെയ്തോളൂ, ചെയ്യുന്ന ബ്രീത്തിങ് ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ, വളരെ കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ എല്ലാത്തിൽ നിന്നും ശ്വാസത പരിഹാരം ഉണ്ട്. അതിന് വേറൊന്നും ആലോചിക്കണ്ട. ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്
കുറെ ശിവഭഗവാന്റെ കഥകളും കുറെ കൃഷ്ണന്റെ കഥകളും കുറെ വിഷ്ണുവിന്റെ കഥകളും മറ്റും നമ്മളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതൊന്നും നിങ്ങൾ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തൂ എന്ന് കഥകൾ പറയാനാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും അല്ലെങ്കിൽ ഖുറാനും അല്ലെങ്കിൽ ബൈബിളും ഒക്കെ ശ്രമിച്ചിട്ടില്ല. ബൈബിളിലൊക്കെ അതിവിശദമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇത് കേട്ട നമുക്ക് പഠിപ്പിച്ചു തന്ന ആളൊക്കെ പഠിപ്പിച്ചു തന്നത് അവിടെ പോയി തൊഴുതോളൂ, എല്ലാം മാറിക്കോളൂ, അവിടെ എല്ലാം തൊഴുണ്ട്, ഈ തൊഴൽ അങ്ങോട്ട് തൊഴുകയല്ല, ഇത് ഇങ്ങോട്ടാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടായാൽ മതി. അപ്പൊ ശ്വാസോച്ഛ്വാസത്തിൽ അത്ര കണ്ട് ഇതുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാണായാമത്തിനും മറ്റും പറ്റിയ ഒരു ക്ലാസ് തന്നെ നടത്താം, ശ്രമിച്ചു നോക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് മെഡിറ്റേഷൻ അറിഞ്ഞിരിക്കണം. വെറുതെ ഉണ്ടാവുന്നതല്ല മെഡിറ്റേഷൻ. ഇപ്പോൾ ഞാനിന്ന് ചക്ര മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയണം, നിങ്ങളൊന്നും ചെയ്യേണ്ടതല്ല, വെറുതെ ഇരുന്നാലും മതി, എഫക്റ്റ് ആയി കൊള്ളും, അല്ലേ? ഇവിടെ എല്ലാവർക്കും അനുഭവിച്ചു, 2-3-4 ദിവസം കൊണ്ട് എല്ലാവരും അനുഭവിച്ചു. വെറുതെ ഇരുന്നവർ പോലും എഫക്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് അതങ്ങനെയാണ്, അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ചും കണ്ടീഷൻ വെക്കാതെ നിന്ന് കൊടുത്താൽ മതി, അപ്പോഴവിടെ വർക്ക് ചെയ്യും. അങ്ങനെ മാത്രമല്ല, അല്ലാതെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് കുറേ സംഭവം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും അത്രയേ ഉള്ളൂ, നിരാകാരനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ രാവിലെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു. ഇന്ന് ഞാൻ ഇറ്റലി നമ്മുടെ രണ്ടാമത്തെ സെഷനിലോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല, എന്നൊരു മ്യൂസിക് മാത്രമേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇരുത്തി നിങ്ങളെ ഇടക്കിടക്ക് എടുത്താറുണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ആർ ലുക്കിംഗ് അവർ ഇൻസൈഡ്, ആന്തരിക അവസ്ഥയിലേക്ക് പാകപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. അകത്താണ് എല്ലാം നടക്കുന്നത്, നമ്മുടെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഒന്നുമല്ല. നമ്മുടെ ശരീരത്തിനകത്താണ് ശരിക്കും ജീവന്റെ പ്രാണന്റെ യഥാർത്ഥ കാര്യം കിടക്കുന്ന അകത്താണ്. നമ്മൾ നന്നാവണോ മോശമാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അകത്താണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന പുറത്തോട്ടാണ്. അകത്തോട്ട് നിങ്ങൾ 24 മണിക്കൂർ പുറത്തോട്ട് ശ്രദ്ധിക്കുന്നതിൽ 1 മണിക്കൂർ അകത്തോട്ട് ശ്രദ്ധിക്കൂ, എല്ലാം നടന്നിരിക്കും. അപ്പൊ അത്രയും സമയം വേണ്ടു. അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് വെറുതെ ഇരുത്തുന്ന പ്രക്രിയയാണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ, ചിന്തകളില്ലാതൊന്നുമില്ല, ചിന്തകളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന പ്രക്രിയ മാത്രമാണ് മെഡിറ്റേഷൻ. അതിൽ ചിലപ്പോൾ മ്യൂസിക് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഗൈഡിങ് ഉപയോഗിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക്കോ ആയിരിക്കും. അത് എന്തായാലും നിങ്ങൾ അതിൽ ഒരു കണ്ടീഷനിൽ അത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഫോളോ ചെയ്യുമ്പോൾ റിസൾട്ട് നടക്കും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇത് 2 കാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് പതുക്കെ 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 കുറഞ്ഞു വരും. കോർട്ടിസോൾ കുറയുന്ന സ്ഥലത്ത് സെറിട്ടോണും ഓക്സിറ്റോക്സിനും ഡോപ്പമൈനും കൂടി വരും. അപ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ചിരി വരും. കാരണം കുഞ്ഞിനെ കാണുമ്പോൾ ദാ വരുന്നു ഡോപ്പമൈൻ, അപ്പൊ ഒരു ചിരി വരും. ആ ചിരി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അതെല്ലാ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ കുടുകുട ചിരിക്കാനും തുടങ്ങും. ഇതാണ് ഇതിനകത്തുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചിരിച്ചു കണ്ടാൽ ഓട്ടോമാറ്റിക് ഈ സാധനം, ഇല്ലെങ്കിൽ ചിരി ക്ലബ്ബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുത്ത് പിടിക്കേണ്ടി വരും. ഇതിന്റെ ആവശ്യം വരില്ല. ഒന്നിനെ കാണുമ്പോൾ ഒരാൾ ഇങ്ങനെ ചിരിച്ചു കാണിക്കാൻ നമുക്ക് ഈ ചിരി ഒന്ന് വന്നാൽ അടുത്ത പരിപാടി നടക്കും. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനില് ഇതിന്റെ അളവ് കൂടി വരും. അപ്പോൾ ബുദ്ധി ഉദിക്കും, ഓർമ്മയുദിക്കും, എല്ലാത്തിലും സർവ്വതും സന്തോഷകരമായി മാറും. ഇങ്ങനെ കിടന്നാൽ അവിടെ ഉറങ്ങിക്കോളും, അല്ലേ? ഇപ്പൊ കോർട്ടിസോൾ കൂടിയാൽ ഡിസ്റ്റർബ് ചെയ്യും, ഉറങ്ങാൻ സമ്മതിക്കില്ല. അതാണ് ഉറക്കവുമായിട്ടുള്ള ബന്ധം ഇതിനകത്ത്. അപ്പൊ കറക്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്ക് കറക്റ്റ് ഉറക്കം സംഭവിക്കും. കാരണം ബ്രെയിൻ കൃത്യമായി ഈ സാധനത്ത് പുറത്ത് കിടക്കുകയും ബ്രെയിൻ കൃത്യമായി നമ്മള് ഉറങ്ങാനുള്ള കാര്യം. ഉറങ്ങിയാൽ തന്നെ നമ്മുടെ വിഷയങ്ങളൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, അച്ഛനന്മാരൊക്കെ പറഞ്ഞു, നന്നായി ഉറങ്ങൂ, അസുഖങ്ങളെല്ലാം മാറും. 90% അസുഖങ്ങളുടെയും പ്രധാന കാരണം ഉറക്കമില്ലായ്മയാണ്, കൃത്യമായി ഉറക്കമില്ലാത്തതാണ്. അതിന് കണക്ക് വേറെ പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യന്റെ കാലങ്ങളോളം ഈ രാത്രിയും പകലും എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എത്രയാണ്? സുഖമായി ഉറങ്ങണമെങ്കിൽ രാത്രി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ 6 മണിക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? സൂര്യൻ അസ്തമിച്ച് അത് അതിന്റെ പകുതി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങില്ല. 12 മണിക്കും 1 മണിക്കും, അല്ലേ? ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ചെയ്യില്ല. ഇതിലുണ്ടാവും. വെറ്റിലയും പാക്കും വെറ്റിലയും 100 എന്ന് ഇല്ലാതാക്കി അന്ന് കുറച്ച് ഉറങ്ങാൻ വരുന്നു, അല്ലേ? പുതിയ കുട്ടികളെല്ലാം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ്.
അവർ കൃത്യമായി ഉറങ്ങിയാൽ തന്നെ വിഷയങ്ങൾ തീരും. അതിന് അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു കുട്ടിയുമായിട്ട് ഒരു ഫാമിലി വന്നു. ഞാൻ അവരോട് കട്ടായം പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടിയാണ്, പൊട്ടിത്തെറിക്കുന്ന കുട്ടിയാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങുന്ന എത്ര മണിക്കാന്നറിയോ? 12:30 1 മണിക്ക്. എന്റെ 5 മണിക്ക് 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. പിന്നെ എഴുന്നേക്കുന്നത് 7:30 8 മണിക്ക്. ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളുടെ കുട്ടിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം 9 മണിക്കും 10 മണിക്കിടയിൽ കിടന്നുറങ്ങിയിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു. അത് അവർക്ക് സമ്മതിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ നമ്മളെ ക്ലാസ്സിന് വന്നിട്ടില്ല. വരുന്നോന്നറിയില്ല, വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, വരില്ല. കാരണം അത് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. ഉറക്കം പറ്റില്ല സാറേ, നേരത്തെ ഉറങ്ങുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം, അതിനുശേഷമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നത്, കുറച്ച് വീഡിയോസ് കാണുന്നത്. സാറിന്റെ വീഡിയോ അടക്കം കണ്ട് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞു നിർത്തിക്കോ. ഞാൻ യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്യാണ് 11 മണിക്ക് ശേഷം എന്റെ വീഡിയോ പ്ലേ ചെയ്യാൻ പാടില്ല. എന്താ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പരിപാടി അതല്ലേ ഉള്ളൂ. അത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നവരോടൊന്നും പറയാനില്ല. അപ്പോ നമുക്ക് മാറ്റമുണ്ട്. ഞാൻ വീണ്ടും പറയണു, മാറ്റമുണ്ടാവണോ, നമ്മൾ തന്നെ ബോധപൂർവ്വം ഇതെടുത്തേ പറ്റുള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരമായി പറഞ്ഞു തരാനും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ 10:30 മണി ഉണ്ടാൽ കിടന്നുറങ്ങും. എന്നെ ആന വലിച്ചാലും ശരി ഞാൻ ഉറങ്ങും. 3:30 മണി ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റും, എഴുന്നേക്കും. ചിലപ്പോൾ ആവശ്യമില്ലെന്ന് വെച്ചാൽ ഞാൻ 6 മണി വരെ കിടന്നുറങ്ങും. എനിക്ക് ഉറക്കം വിട്ടിട്ടുള്ള പരിപാടി നമുക്കില്ല, നമുക്കത് സാധിക്കില്ല. വേറെ ഒരു എന്ത് കോംപ്രമൈസ് കിട്ടോ, നിങ്ങൾ 1000 രൂപ തരാം, ഇന്നത്തെ ഉറക്കം കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വെച്ച് ഞാൻ. കാരണം അത് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ തണ്ടയം പറയണല്ല, നടക്കില്ല. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. യോഗയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഭക്ഷണത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. നമ്മൾ കഴിക്കുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ കൃത്യമായി ആവശ്യമുള്ള സാധനമാണോ എന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ക്ലൈമറ്റുമായി സെറ്റ് ചെയ്യുന്ന സാധനമാണോ നമ്മൾ കഴിക്കുന്നത്, അല്ലെ ഇത് ആവശ്യമുള്ളതാണ്. ഉപ്പ്, മുളക്, ഇതെല്ലാം എത്രത്തോളം. ഞാൻ പലപ്പോഴും അറിയിച്ചു, എന്തിനാണ് ഈ ഭക്ഷണത്തിൽ ഇത്രയും മസാലയുടെ ആവശ്യം? എനിക്കറിയില്ല, അതിന്റെ റിസർച്ചിനെ പറ്റി ഞാൻ പോകുന്നില്ല. പക്ഷെ പറഞ്ഞു അത്രയേ ഉള്ളൂ, ഇതൊക്കെ ആവശ്യമുള്ളത് കഴിച്ചാൽ പോരെ. ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഭക്ഷണം നമുക്ക് എന്തിനാണ്? ആരോഗ്യം നിലനിർത്താനാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിഞ്ഞിട്ട് എന്താ കഴിയാ? കുറച്ച് ഇതിന്റെ ക്ഷീണം വരുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കുന്നത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങളോട് ഇത് പറയുന്ന കാര്യമില്ല, കാരണം കുറേയൊക്കെ മാറ്റം വന്നവർക്ക് മാത്രമേ ഇവിടെ ഈ ക്ലാസ്സിൽ വന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ മറ്റുള്ളവർക്കാണ് വേണ്ടി പറയുന്നത്. ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കലർത്തേണ്ട വെജിറ്റബിൾ തന്നെയാണ്. വെജിറ്റബിളിന്റെ കണ്ടന്റ്സ് എന്നാണ്. അതിലാണ് നമുക്ക് വെജിറ്റബിളിലെ എല്ലാ സാധനവും കിട്ടുള്ളൂ. വെജിറ്റബിളും പയറുവർഗ്ഗങ്ങളിലും പഴവർഗ്ഗങ്ങളിലും മാത്രമേ നമുക്ക് വേണ്ട സാധനം കിട്ടുള്ളൂ. മറ്റെല്ലാം അതിന്റെ ബൈ പ്രൊഡക്ട്സുകളാണ്. മീറ്റ് കഴിക്കണ്ട എന്ന് ഞാൻ പറയില്ല, കാരണം അത് ഒരാളുടെ ഒരു ടേസ്റ്റിന് വേണ്ടി കഴിച്ചോളൂ. പക്ഷെ ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കുക, പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറച്ചി കഴിച്ചാൽ പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്നത്. എന്തൊരു ശുദ്ധ അസംബന്ധമാണ് ഈ പറയണത്. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? എനിക്ക് സയൻസ് എടുത്തോളൂ, എങ്ങനെ സാധ്യമാകും? പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾസോ അല്ലെ ഈ പ്രകൃതിയിൽ ആകെ കഴിക്കാൻ പറ്റും. ഒറിജിനലായിട്ട് പ്രകൃതി ഉത്പാദിപ്പിച്ചു തരുന്നത് എന്താണ്? നമുക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മാത്രമാണ് പ്രകൃതിയിലുള്ളത്. അതിനപ്പുറത്തെ പ്രകൃതിയിലൊന്നും ഇല്ലല്ലോ. പ്രകൃതിയായിട്ട് ഈ സാധനം യഥാർത്ഥത്തിൽ പ്രോട്ടീൻസൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? അത് ഉള്ളത് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയിൽ നിന്നാണ്. ഈ പോത്തോ അല്ലെങ്കിൽ കാളയോ എരുമയോ ആടോ ഒക്കെ ഈ സാധനം കഴിച്ചിട്ട് അതിന്റെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായത് എടുത്തതിന് ശേഷം ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണ് അതിന്റെ ശരീരത്തിലുള്ള പ്രോട്ടീൻ, അല്ലെ? ആ പ്രോട്ടീന് നമ്മൾ പറയുന്നു അതിലാണ് കൂടുതലുള്ള, ഈ പച്ചക്കറികളാണ് കൂടുതൽ അതിലുള്ളത്, അതിനെ വെട്ടി വീഴുന്നത്. എങ്ങനെ നടക്കും? യഥാർത്ഥത്തിൽ ഒരു 1/2 കിലോ പയറുവർഗ്ഗം കഴിക്കുന്നതിന്റെ അത്ര പ്രോട്ടീൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 100 ഗ്രാം മീറ്റ് കഴിച്ചാൽ മതിയാവില്ല, അല്ലെങ്കിൽ 1/2 കിലോ മീറ്റ് കഴിച്ചാൽ മതിയാവില്ല, 2 കിലോ 3 കിലോ കഴിക്കേണ്ടി വരും. ഇതാരും വ്യവസായ അടിസ്ഥാനത്തിൽ പറയുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഇത് പറഞ്ഞതനുസരിച്ച് നാളെ എന്നെ ട്രോളാൻ വരണ്ട, നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചോ, ഞാനതിന്റെ കാര്യം പറഞ്ഞോളൂ. നാളെ മറ്റേ ആൾക്കാർ പറയും ഇന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിച്ചോ. ഞാൻ ഇതിലൊന്നും കണ്ടീഷനില്ല. പക്ഷെ ഞാൻ കഴിക്കുന്ന പോലെ ശ്രദ്ധിച്ച് മാത്രമേ കഴിക്കുക. എനിക്ക് അത്രേ പറയാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഇതിന്റെ താഴെ നാളെ പറയും ഇയാൾ ആരാ ഇത് ഉപദേശിക്കാൻ? ഞാൻ ആരുമല്ല, ഞാൻ ചെയ്യുന്ന പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ ആൾക്ക് അവരോട് ചോദിച്ചുകൊണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയില്ല. ഫ്രീഡം ഓഫ് ഈറ്റിംഗ്, ഫ്രീഡം ഓഫ് അല്ലെ, ഫെസ്റ്റ് ഒക്കെ നടത്തുന്ന ആൾക്കാരല്ലേ. അപ്പോ വെജിറ്റേറിയന്റെ അത്രയും ഗുണകരമാവില്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാരണം വെജിറ്റേറിയൻ എന്താന്ന് വെച്ചാല് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ അതിൽ ടോക്സിക് ഉണ്ടാവില്ല. ഒറ്റ കാര്യം പറഞ്ഞു പോകാം, എളുപ്പത്തിൽ പറഞ്ഞു പോകാം. നോൺ വെജ് കഴിക്കുന്നവരോടും ഞാനും അടക്കം കഴിക്കാറുണ്ട്, കഴിക്കുന്നവരോട് പറയാണ്, എല്ലാവരും അറിവിൽ പോവാണ്, ഒരു ജീവിയുടെ
ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അതിന് ജീവനാണ്. നമുക്കെല്ലാവർക്കും പേടിയുള്ളത് ജീവനിലാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് മരണഭയം കൊണ്ട് മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, ഹയസ്റ്റ് ടോക്സിക് ജനറേറ്റ് ചെയ്യുന്നത് മരിക്കാൻ തുടങ്ങുമ്പോഴാണ്. മരണത്തെ പേടികൊണ്ട് അതിനെ നിലനിർത്താനായിട്ട് നമ്മുടെ ശരീരം സർവ സന്നാഹങ്ങളും എടുക്കും. നമ്മുടെ എന്നല്ല, എല്ലാ ജീവജാലങ്ങളുടെയും. അങ്ങനെ ഒരു ജീവജാലം മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് ടോട്ടലായിട്ടുള്ള ടോക്സിക്കുകളെല്ലാം പുറത്തെടുക്കും അതിന് രക്ഷപ്പെടുത്താനായിട്ട്. ഒരു പനി വരുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നോ അതിന്റെ മറ്റൊരു വിധത്തിൽ ഒരാൾ നിങ്ങളെ തല്ലാൻ വരുമ്പോൾ എങ്ങനെയാണോ നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ ബോഡി മുഴുവനായിട്ടും റെഡിയായി നിൽക്കുന്നത്, അതേപോലെ മരിക്കുമ്പോഴും ചെയ്യും. ആ മരണത്തെ ഒന്നിനെ വെട്ടിയാൽ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ മൊത്തം ഈ കെമിക്കൽസ്, ഈ ടോക്സിക് കെമിക്കൽസ് ജനറേറ്റ് ചെയ്യപ്പെടും. അത് സാധാരണ ഉള്ള തത്വമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഇറച്ചിയിൽ ഉണ്ടാവുന്നത് ടോക്സിക് ആണോ പ്രോട്ടീൻ ആയിരിക്കും? മരിക്കാൻ നിൽക്കുമ്പോൾ ഒരു പശു എന്ന് പറയാൻ പാടില്ല അല്ലേ, അപ്പൊ മറ്റൊരു രാജ്യത്തുണ്ട് ഒരാട് മരിക്കാൻ പോകുന്ന ഒരാട്, എന്നാ പിന്നെ എന്നെ കൊല്ലാണ്, കുറച്ച് പ്രോട്ടീൻ ഇരിക്കട്ടെ എന്നൊരു ശരീരത്തിൽ എല്ലാ പ്രോട്ടീനേക്കും പുറത്ത് ഇലാബറേറ്റ് ചെയ്യോ, അല്ല കോർട്ടിസോളിനെ ഇലാബറേറ്റ് ചെയ്യോ. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ തിന്നുന്നതിനെ പറ്റി അറിയാം. ഒരു കോഴി ചാവാൻ നിൽക്കുമ്പോൾ കോഴി പറയണേ, എനിക്ക് എന്നെ കൊല്ലുന്ന, എന്നെ കഴിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശരീരം സജ്ജമാക്കി പ്രോട്ടീൻ തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് കൊല്ലും മുഴുവൻ പ്രോട്ടീൻ കഴിക്കുന്നു. സുഖമായിട്ട് നമ്മൾ പ്രോട്ടീൻ സമൃദ്ധമായ ജീവിതമാകുന്നു അല്ലേ? അതല്ലേ നമ്മുടെ അവസ്ഥ. ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പറഞ്ഞു വന്നത് നമ്മൾ ധ്യാനത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ നമ്മൾ കൃത്യമായി പ്രാണായാമയും യോഗാഭ്യാസത്തിൽ എക്സസൈസ് വളരെ നിർബന്ധമാണ്. കൃത്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എക്സസൈസ് നമ്മുടെ ശരീരത്തിന് മൂവ്മെന്റ്സ് കൃത്യമായി നടന്നില്ലെങ്കിൽ, പേശികളുടെ മൂവ്മെന്റ്സ് കൃത്യമായി നടക്കാത്ത പക്ഷം അവിടെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടും. അല്ലെങ്കിൽ അവിടെ ഒരു സാധനം വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം എത്ര ഇതായി കഴിഞ്ഞാലും അതിലടങ്ങിയ മാലിന്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റില്ല. അതിൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവും. എന്തിനും കണ്ടാമിനേഷൻസ് ഉണ്ടാവും. മൂവ് ചെയ്യാതെ എന്ത് സാധനം വെച്ചാൽ, ഇപ്പൊ ഈ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങളിവിടെ 4 ദിവസം വെറുതെ വെച്ച് കഴിഞ്ഞാൽ, അനക്കാതെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റ് ആയി പോകും. അതേപോലെ നമ്മുടെ ശരീരം കണ്ടാമിനേറ്റ് ആയി പോകും. അപ്പൊ മൂവ്മെന്റ്സ് ഉണ്ടാവും. കാലിന് മാത്രം മൂവ്മെന്റ്സ് ഉണ്ടാവും, നടക്കുന്നുണ്ടാവും. കൈ കൊണ്ട് എഴുതുന്ന മൂവ്മെന്റ്സ് ഉണ്ടാവും. മറ്റു ഭാഗങ്ങൾ എക്സസൈസസ് മസ്റ്റ് ആണ്. അതുകൊണ്ട് ശരീരത്തിലുള്ള എക്സസൈസ് നിർബന്ധമാണ്. നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 5 ദിവസത്തെ ക്ലാസ്സിൽ 5 സബ്ജക്റ്റ് ആണ്. ഒരു ദിവസം ധനത്തെ, ഒരു ദിവസം ആരോഗ്യത്തെ, ഒരു ദിവസം ബന്ധങ്ങളെ, ഒരു ദിവസം നമ്മുടെ വിനോദത്തെ പറ്റി പറയും, 5 ദിവസം ഒരു ദിവസം ആത്മീയതയെ പറയും. ഇങ്ങനെ 5 ദിവസങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിനൊക്കെ വ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ആരോഗ്യത്തെ പറയുന്ന ദിവസം ഈ ഭക്ഷണക്രമവും പറയും, കാര്യങ്ങളും പറയും, എക്സസൈസ് നമ്മൾ ചെയ്യും. 10-15 മിനിറ്റ് നമുക്ക് എക്സസൈസും കൂടി ചെയ്തിട്ട് എല്ലാ ദിവസവും എല്ലാവർക്കും ചെയ്യാൻ മടിയുണ്ട്, കൂട്ടത്തിരിക്കുമ്പോൾ ചെയ്യുമല്ലോ അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് സുധാകുമാരി ചെയ്തില്ല, സ്നേഹത്തോ ചാടു തൊഴിൽ അടിക്കു ഇതാവൂ എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവും. അങ്ങനെയെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവട്ടെ, നമുക്കൊന്ന് ശ്രമിക്കാം അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് മാറ്റം ഉണ്ടാക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പറയുന്ന സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പറ്റും, നല്ല ആരോഗ്യസ്ഥിതിയും ഉണ്ടാവും. ഒരു വ്യത്യാസമില്ല. കഴിക്കുന്ന ആഹാരം പൂർണ്ണമായി ദഹിക്കുകയും വിറ്റാമിനും മാഗ്നീഷ്യവും ഒമേഗയും എല്ലാം നമുക്ക് ഇതേ സാധനങ്ങളിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തുടർച്ചയായ ധ്യാനവും യോഗയും ആരോഗ്യകരമായ ഭക്ഷണവും ശരിയായ ഉറക്കവും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന രീതികളും ഉൾക്കൊള്ളുന്നതോടെ മാത്രമേ നമ്മുടെ ജീവിതം സന്തുലിതവും ആരോഗ്യകരവുമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് വാക്കുന്നെതിയെ എന്താണ് നമുക്ക് നേടേണ്ടത്? ജീവിത താഴെ ഒരു സാധനം എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഉണ്ടാവും, സ്റ്റാർട്ടിങ് വിത്ത് വി. അതിലൂടെ മാത്രമേ താങ്ക് യു വെരി മച്ച്. എന്റെ എത്ര നല്ല സ്റ്റുഡന്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ട് പറഞ്ഞ സന്തോഷം. ഇതാണ് ആവശ്യം. ജീവിത വിജയം സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതിനാവട്ടെ നമ്മുടെ ഓരോ ആളുടെ പ്രവർത്തനം. കാരണം നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് സാധാരണ രീതിയിലുള്ള ഒരു പരിപാടിയല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ കാര്യം. അത് പറഞ്ഞപ്പോഴും ഓർമ്മ, എന്റെ മീശയൊക്കെ വെളുത്തു തുടങ്ങിയല്ലേ, അത് സന്തോഷത്തിന് വേണ്ടി മീശയൊക്കെ അർപ്പിക്കണം ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ,
ഓക്കെ, അപ്പോ സന്തോഷപൂർവ്വം നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും ജീവിത വിജയത്തിന്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 5 മിനിറ്റ് സമയം തരാം. നമുക്ക് ക്ലാസ് എനിക്ക് മണി മാനിഫെസ്റ്റേഷന്റെ ആൾക്കാരുടെ അടുത്ത് പോകാൻ സമയമായി. നമുക്കൊരു ക്ലാസ് ഉണ്ട് അടുത്തത്. സാറേ, ഞാൻ ആ സന്തോഷ വാർത്ത രാവിലെ വോയിസ് ഇട്ടത് കൊണ്ടാണ് ഇപ്പൊ പറയാതിരുന്നത്. കുഴപ്പമില്ലല്ലോ സാർ? പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു. അത് എത്ര പ്രാവശ്യം കേൾക്കുന്ന അത്രയും സന്തോഷം. സാർ, അതൊരു 35 രൂപ ഇന്ന് രാവിലെ നമ്മുടെ ചെന്നൈയിൽ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് റെഡിയാക്കി ആയിക്കോട്ടെ സാറേ, 35 വെച്ച് കുറക്കണ്ട. അല്ല, അതെ, അപ്പോ അടയ്ക്കാനുണ്ടായിരുന്നു. അത് റെഡിയാക്കിയും വെച്ചിരുന്നു. അതിൻ്റെയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു 15 രൂപ കൊടുത്തു. നമ്മുടെ പിന്നെ സീറ്റ് ബുക്ക് ചെയ്യാൻ 5 രൂപ കൊടുത്തു. വേറൊരാൾ 5000 രൂപ കടം വാങ്ങിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഇത് ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ സാർ ഈ ടെക്നിക്ക് പറഞ്ഞതിന്റെ അന്ന് രാത്രിയാണ് അവർ വിളിക്കുന്നത് ചെന്നൈയിൽ നിന്ന്. നാളെ രാവിലെ പൈസ അടച്ചോളൂ, ഇന്നും നാളെയും കൊണ്ട് ഫൈനലൈസ് ചെയ്യണമെന്ന്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരിക്കുമ്പോഴാണ് സാർ എഴുതാൻ പറയുന്നത്. ഞാൻ ബുക്കിൽ എഴുതി വെച്ചു. അതേപോലെ അടുത്ത ദിവസം രാവിലെ നടന്നു, പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ ചെയ്തു, വീണ്ടും നടന്നു, ഇന്ന് അടച്ചു, എല്ലാം റെഡിയായിരിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. ഇന്നും കൂടി ഒന്ന് ചെയ്തോ? ഓക്കെ സാർ, ഓക്കെ. ഇന്നും ചെയ്യുന്നുണ്ട്. കാരണം തിങ്കളാഴ്ച പോകുമ്പോ ചെലവിന് പൈസ വേണമല്ലോ. സാർ, എനിക്ക് പറയാനുണ്ട്. സാർ, ഞാൻ ബിന്ദു സജി, കോട്ടയം. സാറ് പറഞ്ഞ കാര്യം ഞാൻ അതേപടി തന്നെ പിറ്റേ ദിവസം ചെയ്തിരുന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ 4 മണിയായപ്പോൾ എഴുന്നേറ്റാണ് ചെയ്തത്. അപ്പം ഓൾറെഡി എനിക്ക് പലചരക്കടയാണ്. അപ്പൊ എനിക്ക് ശനിയാഴ്ച എനിക്ക് 40,000 രൂപ വേണം. ഞാൻ അപ്പോൾ തന്നെ ബുക്കിൽ എഴുതി വെച്ചു. 40,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ശനിയാഴ്ച ദിവസം ഒന്ന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ചുവട് എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെ പിറ്റേ ദിവസം കട അടയ്ക്കണം. അത്രയും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് കാണുന്നത്. പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് ഇത് ചെയ്യുകയും ചെയ്തു. പക്ഷെ 45,000 രൂപ എനിക്കിന്ന് കിട്ടി. സാറ് പറഞ്ഞു 100% മുഴുവനും കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും മുഴുവനും കാര്യം സാധിച്ചില്ല എന്ന് പറയും. പക്ഷെ ഞാൻ അതിനെ തിരുത്തി കുറിക്കുന്നു. 101% കാര്യം നടക്കും, ഉറപ്പാ, ഷുവർ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാതില്ല. സാറിനോട് കൊടാനുകൂടി നന്ദി പറയുകയാണ് ഞാൻ. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. എനിക്കിനി വലിയൊരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേ പറ്റൂ. അതിന് ഒരു പക്ഷേ ആണെങ്കിൽ ഞാൻ തൃശ്ശൂർ വരാൻ ഒരു ഡേറ്റ് എടുത്തിട്ടില്ല, കൺഫേം ചെയ്തിട്ടില്ല വരാന്. പക്ഷെ അത് സംഭവിച്ചാൽ ഞാൻ ഉണ്ട് അവിടെ. എങ്ങനെങ്കിലും ഇടിച്ചു കയറി ഞാൻ അവിടെ വന്ന് അതവിടെ പറയും. ഞാൻ എങ്ങനെങ്കിലും അവിടെ വന്നത് പറഞ്ഞിരിക്കും ഉറപ്പായിട്ടും. അത്രയ്ക്ക് വലിയൊരു കാര്യം കൂടെ നടക്കാനുണ്ട്. വെരി ഗുഡ്. നടക്കും, അതൊക്കെ നടക്കും. ധൈര്യപൂർവ്വം സുഖമായിട്ട് നടക്കും, യാതൊരു വിഷയമില്ല. വെരി ഗുഡ്. തൃശ്ശൂർ പ്രോഗ്രാമിൽ ഒന്നുകൂടി പറഞ്ഞു പോവാം. തൃശ്ശൂർ പ്രോഗ്രാമിന് ഇത്തവണ ഇടിച്ചു കയറ്റമില്ല. ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 5 ദിവസം മുമ്പ്, 6-ാം തീയതി പരിപാടി, 30-ാം തീയതി 1-ാം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഒറ്റ അഡ്മിഷൻ എടുക്കില്ല. അതിനുശേഷം എല്ലാവർക്കും ആദ്യം ബുക്ക് ചെയ്തവരെല്ലാവരും സീറ്റുകൾ അലോട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ കൂപ്പൺ, നമ്മുടെ ബാഡ്ജ് അയച്ചു തന്നതിന് ശേഷം മാത്രമേ സീറ്റുകൾ അലോട്ട് ചെയ്യൂ. അതുകൊണ്ട് ഒരു മാറ്റവും വരില്ല. സീറ്റ് അടക്കം, പേരടക്കം എഴുതി ഒട്ടിച്ച സീറ്റുകളുണ്ട്. അതുകൊണ്ട് ചാടിക്കയറി അങ്ങോട്ട് മാറിയിരിക്കാം, ഇങ്ങോട്ട് മാറിയിരിക്കാം എന്നുള്ള പരിപാടി ഒന്നും ഇത്തവണ നടക്കില്ല. നിങ്ങളുടെ പേരടക്കം വെച്ച് സീറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തത് നിങ്ങൾ ഒരാളുടെയും നാളെ നിങ്ങളുടെ ഹസ്ബൻഡും കൂടി വരുന്നുണ്ട് എന്ന് ആഡ് ചെയ്താൽ സീറ്റ് ഒന്നിച്ച് കിട്ടില്ല. ഹസ്ബൻഡ് വേറെ സ്ഥലത്തിരിക്കും, നിങ്ങൾ വേറെ സ്ഥലത്ത്, അല്ലെങ്കിൽ തിരിച്ചായാലും ഭാര്യ നിങ്ങൾ പിന്നെ ആഡ് ചെയ്താൽ നടക്കില്ല. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. രണ്ടുപേരും അടുത്തിരിക്കണമെങ്കിൽ, കഴിയതും ദൂരം ഇരിക്കാമല്ലോ അല്ലേ, കുഴപ്പമില്ല. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇപ്രാവശ്യം നടക്കൂലെന്ന് ഓർമ്മിക്കാം. കാരണം അത്രയും ആൾക്കാരാണല്ലോ. യെസ്, പറയാം. ആരാണ് പറഞ്ഞത്? കവിത തരാട്ടോ. കവിത പറഞ്ഞു. എപ്പോഴും സാറ് പറയിപ്പിക്കത്തില്ല. ഹലോ, എപ്പോഴും എന്താ പറഞ്ഞേ? ഇല്ല, എവിടെ പോയി? ഓക്കെ, അജിത രാമൻ. ഗുഡ് ഈവനിങ് സാർ. സാർ, എനിക്ക് പറയാനുള്ളത്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളിപ്പോ രാവിലെ മെഡിറ്റേഷൻ ഉണ്ട് എന്റെ കൂടെ? രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്?
ഇന്നലെ പറഞ്ഞ ടെക്നിക്ക് വെച്ചിട്ട് അതിലെ മെഡിറ്റേഷനില് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് എന്താണെന്നുള്ളത് അറിയത്തില്ല. അതിൽ മെഡിറ്റേഷൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ. ഇത് ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എക്സസൈസ് വേറെയാണ്, മെഡിറ്റേഷൻ വേറെയാണ്. ഇത് ആകെ 3 മിനിറ്റിന്റെ പരിപാടി മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെ മെഡിറ്റേഷൻ ഇരിക്കണം? അപ്പൊ മെഡിറ്റേഷൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ നിന്നാ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നല്ല മെഡിറ്റേഷൻ. 3 മിനിറ്റ് നേരത്തെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം നേടാൻ സാധിക്കില്ല കേട്ടോ. 3 മിനിറ്റ് നേരം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം നേടാൻ സാധിക്കില്ല. അങ്ങനെ സാഹചര്യമേ ഇല്ല. അത് നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിന് എഗനിസ്റ്റ് ആണ്. നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റം, ഞാൻ പറഞ്ഞില്ല, അത്ഭുതങ്ങൾ വെറുതെ മുകളിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. അതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു കണക്കുണ്ട്. അതിൽ 3 മിനിറ്റ് നേരത്തെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലാന്ന് വെച്ചാൽ അങ്ങനെ സാധ്യത ഉണ്ടാവില്ല, 90% ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾക്കത് അറിവില്ല. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ, പഠിക്കൂ. മെഡിറ്റേഷൻ നമ്മൾ രാവിലെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കല്ല, നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പഠിക്കുന്നവരവർക്ക് നമുക്ക് മെഡിറ്റേഷൻ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. നമ്മളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ചെയ്യേണ്ടവരവരാണ്. ഇതല്ല, നിങ്ങൾ 3 മിനിറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു നിങ്ങൾക്കൊരു തോന്നല് മാത്രമാണ്. ഞാനത് ആ രീതിയിൽ എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ബലമില്ല, ആഗ്രഹം നടക്കുകയില്ല എന്നാണ് അതിന് എളുപ്പത്തിൽ പറയാറ്. ഓക്കെ, ശരി. ഇനി ഞാനൊന്ന് പറഞ്ഞ ജയപ്രിയ എന്താ പറയണ്ടേ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീജ പറഞ്ഞോ വീണ്ടും. നമസ്കാരം സാർ. സാർ, ഞാനൊരു 1 month ആയി സാറിന്റെ വീഡിയോസ് ഒക്കെ ആദ്യമേ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2020 ഉണ്ടായിരുന്നു. അതിനുശേഷം ഫുൾ മൂണിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, 1 day ഫുൾ മൂൺ നൈറ്റ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം സാർ ആ 3 minutesന്റെ ടെക്നിക് പറഞ്ഞു, ഞാൻ ചെയ്തിരുന്നു. എൻ്റെ മകളിപ്പം BTech ഫുഡ് ടെക്നോളജി പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പം മോക്കൊരു കമ്പനി ട്രെയിനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മോൾക്ക് അവിടെ സ്ഥിരമായി ജോലി കിട്ടണേന്ന് പറഞ്ഞാണ് ടെക്നിക്ക് ചെയ്തത്. ഇന്ന് വൈകിട്ട് മോള് വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ആ ജോലി 1-ാം തീയതി മീൻസ് March 2 മോളെ അവിടെ സ്ഥിരപ്പെടുത്തുന്നു, സാലറി ഇൻക്രിമെന്റോട് കൂടിയാ. വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു. സന്തോഷം, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? അങ്ങനെ സംഭവിക്കട്ടെ. മകളുടെ ജോലിയൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല കാര്യം. ഓക്കെ, നന്നായി. അപ്പൊ നമ്മള് കവിത കൂടി കുറച്ച് നേരം കേട്ടിട്ട്. സാറ് കോഴ്സ് പറഞ്ഞില്ലേ ഇപ്പം 25 പേരുടെ, അതിലെനിക്ക് പങ്കെടുക്കണമെന്നുണ്ട്. ഞാന് ഫിനാൻഷ്യൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓ, അത് ശരി. നിങ്ങളുടെ പ്രൊഫഷൻ നല്ലതാണ്. ഈ മാസത്തെ ഒരു 3 ലക്ഷം രൂപയുടെ ടാർജറ്റും കൂടെ ബാലൻസ് ഉണ്ട്. ഞാൻ അതിനുവേണ്ടി അഫർമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ എനിക്കൊന്ന് സാധിച്ചെടുക്കണം. ആ കോഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സ് അല്ല ഇത് കേട്ടോ. ഇത് കോച്ചാണ്. നമ്മൾ മറ്റുള്ളവർ പഠിപ്പിക്കാൻ. എനിക്ക് മനസ്സിലായി സാറേ, അത് മനസ്സിലായി. അപ്പൊ അതെനിക്കും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണോ അതിനകത്ത്? ചെയ്തോളൂ, അഡ്മിനെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. എല്ലാവരും കവിത ചോദിച്ചോളൂ. ജസ്റ്റ് ഒന്ന് പാട്ട് കേൾപ്പിച്ചിട്ട് പോകാം. ഇത് പാടിയ ആരാന്ന് മാത്രം ചോദിക്കരുത്. ഇത് പാടുന്ന ആള് തന്നെ പാടിയതാണ്, ഞാൻ പാടിയൊന്നുമല്ല. ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, മൊബൈലിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. കേൾക്കുന്നില്ല അല്ലെ? അതിനകത്ത് സംസാരം മാത്രം കേൾക്കണം. വേറെ വഴിയില്ല, അതിന് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഇല്ല. ഇതിങ്ങനെ കേൾപ്പിക്കാനേ പറ്റുള്ളൂ.
മൊബൈലിൽ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് അതൊരു ആപ്പിലായതുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാനൊന്ന് പാടിയിട്ട് നിങ്ങൾ നിൽക്കണ്ട. ഞാൻ ബാക്കി എല്ലാ പരീക്ഷയും നടത്തും, പക്ഷെ പാട്ട് പാടുന്ന പരീക്ഷ ഞാൻ നടത്തിയിട്ടില്ല. വേണ്ട, ഇല്ല. ഓക്കെ, ക്ലാസ്സിന് സമയമായി. നമുക്ക് ഇത് ചെയ്യാം. എന്തെങ്കിലും പാടാൻ നോക്കാം. പക്ഷെ ഇപ്പോഴും ഞാൻ നമുക്ക് ഞാൻ അയച്ചു തരാൻ പറ്റും നോക്കട്ടെ കേട്ടോ. പറ്റുമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, ശരി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. എന്റെ കവിതകൾ കുറേ ഉണ്ട്. ഇന്നലെ അമ്പേച്ചി നമ്മൾ കവിത പാടിയിട്ട് അയച്ചിരുന്നു. അത് ഞാൻ അയച്ചു തരാം. എന്റെ കുറെ കവിതകൾ പാടിയിട്ട് വെച്ചത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിലുണ്ടായിരുന്നു, ഫേസ്ബുക്കിലുണ്ടായിരുന്നു. ഒരു കവിതാ സമാഹാരം അമ്പേച്ചി എന്നൊരു പാട്ട്, അതിലുള്ള ഒരു നമ്മുടെ കവിതാ സമാഹാരത്തിന്റെ ഒരു പാട്ട് പാടിയിട്ട് ഇന്നലെ അമ്പേച്ചി അയച്ചിരുന്നത്. അത് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുമോ? പറ്റും. ക്ലാസ്സിന് അവിടെ ആൾക്കാർ വന്നോ? എഴുതുവാൻ മറന്ന് വരികൾക്കിടയിലൂടെ രണ്ടു കണ്ണുകൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എവിടെയോ കണ്ടു മറന്ന രണ്ടു കണ്ണുനീർത്തുള്ളികൾ ജന്മങ്ങളായി അവ എന്നെ പിന്തുടരുകയായിരുന്നു. എൻ കരലാളനത്തിനായി ഒരു വേള അവ കൊതിച്ചിരിക്കാം. എൻ സ്നേഹോഷ്മളമായ ഹൃദയരാഗത്തിനലിയാനായി അവ കൊതിച്ചിരിക്കാം. എൻ ശ്വാസനിശ്വാസങ്ങൾ ഏറ്റു ആ ഉന്മാദലഹരിയെ പുൽകുവാൻ അവ കൊതിച്ചിരിക്കാം. എൻ ശ്വാസത്തിൽ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. അത് ഞാൻ പിന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. സമയം എടുക്കണ്ട, മറ്റേ ക്ലാസ് സമയമായിട്ട്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട്